الحمد لله رب العالمين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين اما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഅ്മിനീങ്ങളായ ദാസന്മാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലത്തിൻ്റെ ഭവനമാണ് സ്വർഗം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാറ അർസല ജിബ്രീല ഇലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചതിന് ശേഷം അർസല ജിബ്രീല ഇലൽ ജന്ന, ജിബ്രീലിനെ അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, ഉൻദുർ ഇലൈഹ വ ഇലാ മാ അഅദത്തു ലി അഹ്ലിഹ ഫീഹ. ജിബ്രീൽ, നീ സ്വർഗത്തിൽ പോവുകയും അവിടെ ഞാൻ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് നോക്കിക്കാണുകയും ചെയ്യുക. ഫജാഅഹ വനദറ ഇലൈഹ വ ഇലാ മാ അഅദ്ദ അല്ലാഹു ലി അഹ്ലിഹ ഫീഹ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് വന്നെത്തുകയും അതിലുള്ള കാഴ്ചകളെല്ലാം നോക്കിക്കാണുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ജിബ്രീൽ പറഞ്ഞു, ഫവ ഇസ്സതിക, അള്ളാഹുവേ, നിൻ്റെ പ്രതാപം തന്നെയാണ് സത്യം. ലാ യസ്മഉ ബിഹ അഹദുൻ ഇല്ലാ ദഖലഹ. സ്വർഗം, അതിനെക്കുറിച്ച് ഒരാൾ കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ പ്രവേശിക്കാതെ മറ്റൊരു സാധ്യതയുമില്ല. ഇങ്ങനെ ഒരു സ്വർഗമുണ്ട് എന്ന് കേട്ട ഒരാൾക്ക് അതിൽ പ്രവേശിക്കാതിരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. അതിനു മാത്രം അനുഗ്രഹങ്ങൾ, ആസ്വാദനങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് പറഞ്ഞു, ഇർജി ഇലൈഹ ഫൻദുർ ഇർജി ഇലൈഹ ഫൻദുർ ഇലാ മാ അഅദത്തു ലി അഹ്ലിഹ ഫീഹ. ജിബ്രീൽ, ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുക, എന്നിട്ട് എന്താണ് സ്വർഗത്തെ വലയം ചെയ്തിരിക്കുന്നത് എന്ന് നീ നോക്കുക. അങ്ങനെ അദ്ദേഹം സ്വർഗത്തിൻ്റെ അരികിൽ ചെന്നെത്തിയപ്പോൾ ഫഇദാ ഹിയ ഖദ് ഹുഫത്ത് ബിൽ മകാരിഹ്. സ്വർഗമത മകാരിഹുകൾ കൊണ്ട്, പ്രയാസകരമായ, മനുഷ്യരുടെ മനസ്സുകൾക്ക് താണ്ടിക്കടക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഒരാൾക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ പ്രയാസങ്ങൾ, ഈ മനസ്സിന് ഇഷ്ടമില്ലാത്ത ബുദ്ധിമുട്ടുകൾ, അവ താണ്ടിക്കടന്നുകൊണ്ട് വേണം സ്വർഗത്തിലേക്ക് എത്താൻ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് കണ്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, വഇസ്സതിക ലഖദ് ഖിഫ്തു അല്ലാ യദ്ഖുലഹ അഹദ്. അള്ളാഹുവെ, സ്വർഗത്തെ വലയം ചെയ്തിരിക്കുന്ന പ്രയാസങ്ങൾ ഞാൻ കണ്ടപ്പോൾ ലഖദ് ഖിഫ്തു അല്ലാ യദ്ഖുലഹ അഹദ്, ഇതിൽ ഒരാളും പ്രവേശിക്കാൻ തരമില്ലെന്ന് ഞാൻ പേടിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. ഇതാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയെങ്കിൽ, ഇതാണ് സ്വർഗം നേടിപ്പിടിക്കാനുള്ള പ്രവർത്തനങ്ങളെങ്കിൽ, ഇത്രയും പണിയെടുക്കേണ്ടതുണ്ട് എങ്കിൽ അവിടേക്കൊരാൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പേടിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സഹാബികൾ, പണ്ഡിതന്മാർ അവിടുത്തെ മനോഹരമായ ജവാമിഉൽ കലിമിൽപ്പെട്ടത് എന്ന് എടുത്തു പറഞ്ഞ ഹദീസുകളിലൊന്നുണ്ട്. ചുരുങ്ങിയ വാക്കുകളുള്ള ഹദീസാണത്. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. സ്വർഗം ചുറ്റിയിരിക്കുന്നത് പ്രയാസങ്ങൾ കൊണ്ടാണ്, ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. അതാണ് അതിനെ വലയം ചെയ്തിരിക്കുന്നത്. വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. എന്നാൽ നരകം ചുറ്റിയിരിക്കുന്നത്, അതിനെ വലയം ചെയ്തിരിക്കുന്നത് മനുഷ്യൻ്റെ ദേഹങ്ങളുടെ, അവരുടെ ദേഹേച്ഛകൾ കൊണ്ടാണ്, ആഗ്രഹങ്ങൾ കൊണ്ടാണ്, താല്പര്യങ്ങൾ കൊണ്ടാണ്. അല്ലാമ നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, لا يوصل
അൽ ജന്നത ഇല്ല ബിർതികാബിൽ മകാരിഹ്, പ്രയാസകരമായ കാര്യങ്ങൾ താണ്ടി കടന്നുകൊണ്ടല്ലാതെ സ്വർഗത്തിലേക്ക് എത്തുക സാധ്യമല്ല. പ്രയാസങ്ങൾ കൊണ്ടാണ് അത് ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഫമൻ ഹതകൽ ഹിജാബ വസല ഇലൽ മഹ്ജൂബ്, സ്വർഗത്തിൻ്റെ ഈ മറ നീക്കാതെ, പ്രയാസങ്ങൾ അനുഭവിക്കാതെ, വിയർപ്പു തുള്ളികൾ ഉറ്റി വീഴാതെ, ബുദ്ധിമുട്ടുകൾ നേരിടാതെ, ഉറക്കം നഷ്ടപ്പെടുത്താതെ, റാഹത്ത് നഷ്ടമാകാതെ സ്വർഗം നേടിയെടുക്കുക സാധ്യമല്ല. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ മൻ ആസറ റാഹ തറക്കത്ഹു റാഹ, ആരെങ്കിലും എപ്പോഴും റാഹത്താണ്, സുഖജീവിതമാണ് കൊതിക്കുന്നത് എങ്കിൽ, അതിനു പകരമായി സ്വർഗം ലഭിക്കുമെന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇല്ല, അവന് സാധിക്കുകയില്ല. തറക്കത്ഹു റാഹ, പരലോകത്തിൻ്റെ റാഹത്ത് അവന് നഷ്ടപ്പെടുന്നതാണ്. ഇവിടെ റാഹത്ത് നഷ്ടമാക്കിയാൽ സ്വർഗത്തിൽ റാഹത്ത് കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് നവവി അദ്ദേഹം പറഞ്ഞു, ഈ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞതിൽ ഫയദ്ഖുലു ഫീഹൽ ഇജ്തിഹാദു ഫിൽ ഇബാദ, ഇബാദത്തുകൾ അതിൽ പരിശ്രമിക്കുക എന്നത് ഈ പറഞ്ഞതിൽ പെട്ടതാണ്, ഈ പ്രയാസങ്ങളിൽ പെട്ടതാണ്. നോക്കൂ സഹോദര, ഒന്നാമത്തെ ഇബാദത്ത് നിസ്കാരമാണ്. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സുബ്ഹിൻ്റെ സന്ദർഭത്തിൽ അദാൻ കേൾക്കുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയുക എന്നത് ഈ പ്രയാസത്തിൻ്റെ തുടക്കമാണ്. ഉറക്കമാണ് സുഖമായിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഅദ്ദിൻ വിളിച്ചു പറയുന്നത് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കമാണ് ഉറക്കത്തേക്കാൾ ഖൈർ നിസ്കാരമാണ്. അത് കേട്ടുകൊണ്ട് സുഖകരമായ എസിയിൽ നിന്ന്, തലയണയിൽ നിന്ന് എഴുന്നേറ്റ് വരിക എന്നത് പ്രയാസമാണ്. ഒരു ദിവസത്തിൻ്റെ തുടക്കം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് എത്തി വുളു എടുത്ത്, നോക്കൂ, നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇസ്ബാഗുൽ വുദൂഇ അലൽ മകാരിഹ്, പ്രയാസത്തോടൊപ്പം നല്ല തണുപ്പുണ്ട്, അപ്പോൾ വുദൂ പൂർണ്ണമായി ചെയ്തവന് വലിയ പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ നട്ടുച്ച വെയിലിൽ നല്ല ചൂടുള്ള വെള്ളമുണ്ട്, പക്ഷെ വുദൂ പൂർത്തീകരിക്കാനുള്ള ശ്രമം അവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നതിൽ പ്രതിഫലമുണ്ട്. വുദൂ എടുത്ത് മസ്ജിദിലേക്ക് നടന്നുപോയി, മസ്ജിദിലെത്തി നിസ്കരിച്ച് പിന്നീട് കുറച്ചു നേരം ഇരിക്കണമെങ്കിൽ അതിൽ പ്രയാസമുണ്ട്. നേരത്തെ പോയി ഒന്ന് കിടക്കാനാണ് മനസ്സ് പറയുന്നത്, പക്ഷേ തിരിച്ചു പോകാതെ അവിടെ തന്നെ ഇരിക്കണമെങ്കിൽ പ്രയാസമുണ്ട്. ഇബാദത്തുകൾ നോക്കൂ, നീ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണം, അതിൽ 2.5% സകാത്ത് കൊടുക്കുക എന്നത് നീ ഒഴുക്കിയ വിയർപ്പ് തുള്ളിയിൽ നിന്നാണ് അത് കൊടുക്കുന്നത്, അതിൽ പ്രയാസമുണ്ട്. നോമ്പെടുക്കുക എന്നതിൽ പ്രയാസമുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഹജ്ജ് നോക്കൂ, ഉംറ നോക്കൂ, പ്രയാസമുണ്ട്, നടക്കണം, സമ്പത്ത് ചെലവഴിക്കണം, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ പ്രയാസങ്ങൾക്കപ്പുറത്താണ് സ്വർഗമുള്ളത്. അതുപോലെ അദ്ദേഹം പറഞ്ഞു വൽ മുവാദബത്തു അലൈഹ, ഇബാദത്ത് ഒരു തവണ ചെയ്യുക എന്നതിനേക്കാൾ പ്രയാസമാണത് തുടർന്നു കൊണ്ടുപോവുക എന്നത്, നിലനിർത്തുക എന്നത്, നഷ്ടപ്പെടാതിരിക്കുക എന്നത്. ഒരു തക്ബീറത്തുൽ ഇഹ്റാം പോലും ജമാഅത്തിൽ മിസ്സാവാതിരിക്കുക എന്നുള്ളത്, ജമാഅത്തുകൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത്. നിസ്കാരം ഇതിന് വലിയൊരു അളവുകോലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് റവാത്തിബുകൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത്, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത്, ആഗ്രഹമുള്ളത് കാണുമ്പോൾ കണ്ണ് താഴ്ത്തുക എന്നത്, ഹറാമുകളുടെ വഴികൾ മുന്നിൽ വരുമ്പോൾ കണ്ണ് താഴ്ത്താൻ സാധിക്കുക എന്നുള്ളത്, ഹറാമായ വഴിയിലൂടെ സമ്പത്ത് കയ്യിൽ വരുമ്പോൾ അതിലേക്ക് കൈ നീട്ടാതിരിക്കുക എന്നത്. വലിയൊരു ബിസിനസ് വരാനുണ്ട്, ഒരു ചെറിയ കളവ് പറഞ്ഞാൽ മതി, അത് കയ്യിൽ ഒതുക്കാൻ പറ്റും. ആ കളവ് ഉപേക്ഷിക്കുക എന്നത് പ്രയാസകരമാണത്, അത് എളുപ്പമുള്ള കാര്യമല്ല. നീതി കാണിക്കുക എന്നത്, നീതി കാണിക്കുക എന്നത് നോക്കൂ, മുൻഗാമികൾ ചിലർ സുബ്ഹാനല്ലാഹ്, സ്വന്തം മക്കൾ അവർക്കെതിരെ പിതാക്കന്മാർ ചിലപ്പോൾ പറയുമായിരുന്നു, എൻ്റെ മകൻ്റെ ഹദീസുകൾ നീ കേൾക്കരുത്, അവൻ കള്ളനാണ്. മകനാണ്, എത്ര ആലോചിച്ച് നോക്കൂ, പിതാവിൻ്റെ വേദന എത്ര ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. മകനോടുള്ള പിതാവിൻ്റെ ഇഷ്ടം എത്രയാണ്. ചെറിയ പ്രായത്തിൽ വളർത്തിയെടുത്ത് പ്രതീക്ഷകളോടെ വളർത്തിയെടുത്തൊരു മകൻ ബിദ്അത്തിൻ്റെ വഴിയിലേക്ക്, തെറ്റായ മാർഗത്തിലേക്ക് പോയി. അവന് ഹദീസ് പറയുന്നുണ്ട്. അപ്പോൾ ആളുകളോട് പറയണം, എൻ്റെ മകൻ്റെ ഹദീസ് നിങ്ങൾ കേൾക്കരുത്, അവൻ കള്ളനാണ്, കളവ് പറയുന്നുണ്ട്, ഹദീസിൽ കളവ്. അങ്ങനെ മകനെതിരെ സാക്ഷി പറയേണ്ട ഒരു വാപ്പയുടെ പ്രയാസം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് പ്രയാസമെന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന് മുൻപിൽ അനുഭവിച്ച പ്രയാസം നോക്കൂ നിങ്ങൾ. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നലാപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, നിങ്ങൾക്ക് വിജയിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം. ആ പ്രയാസം എന്താണ്?
ഈ പ്രയാസങ്ങൾക്കപ്പുറത്താണ് സ്വർഗമുള്ളത്. മനോഹരമായ ഹദീസാണിത്. ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്. ചില ഹദീസുകൾ കാണാം ഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, സ്വർഗം പ്രയാസങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വഹുഫത്തിൻ നാറു ബിൽ ഷഹ്വാത്ത്, എന്നാൽ നരകം ഇതിൻ്റെ നേരെ വിപരീത ദിശയിലാണ്. എല്ലാ ആഗ്രഹങ്ങളും, ഏതൊരാഗ്രഹങ്ങളും, മനസ്സിൻ്റെ ഇഷ്ടങ്ങളും, ഉറങ്ങുക എന്നുള്ളത്, ഭക്ഷണം അധികരിപ്പിക്കുക, ഹറാം സമ്പാദിക്കുക, ഇതൊക്കെ ഇവിടെ എളുപ്പമാണ്. പക്ഷെ അതിന് തൊട്ടപ്പുറത്താണ് നരകമുള്ളത്. ഈ ഹദീസ് സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ചുള്ള സംസാരത്തിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ നിൽക്കേണ്ടതാണ്. മാത്രമല്ല അതോടൊപ്പം ഓർക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം ഒരിക്കലും നമ്മുടെ ആരുടെയും പ്രവർത്തനങ്ങൾക്കുള്ള പകരമല്ല, അതിനുള്ള നേർതുല്യമായ പ്രതിഫലമല്ല. ഒരു കടയിൽ പോയി 2 ദീനാറിന് തുല്യമായ വിലക്കുള്ള സാധനം വാങ്ങിയെടുക്കുന്നത് പോലെയല്ല സ്വർഗം. സ്വർഗം അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്. നോക്കൂ, സൃഷ്ടികളിൽ ഏറ്റവും ഇബാദത്തുണ്ടായിരുന്നത് ആർക്കായിരുന്നു? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. ഏറ്റവും മഹത്തരമായ ഇബാദത്ത് അവിടുത്തേക്കായിരുന്നു. അവിടുത്തോളം നന്മകൾ ചെയ്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടേയില്ല, ഇനി വരികയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ മിൻകും അമലുഹുൽ ജന്നഹ്, നിങ്ങളിൽ ഒരാളെയും നിങ്ങളുടെ അമലുകൾ സ്വർഗത്തിൽ എത്തിക്കുകയില്ല. അമൽ കൊണ്ട് നിങ്ങൾ ഒരാൾ സ്വർഗത്തിൽ പോവുകയില്ല. അപ്പോൾ അവർ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നബി അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അന, ഞാനും അങ്ങനെ തന്നെയാണ്. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, സ്വർഗം ഒരിക്കലും അമലുകൾക്ക് തുല്യമല്ല. നോക്കൂ, ഇവിടെ നിമിഷ നേരങ്ങൾ ചെയ്ത് വെച്ച ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ് എടുത്ത് നോക്കി, ഒരു 60 കൊല്ലം 100 കൊല്ലം ഒരാൾ ജീവിച്ചാൽ തന്നെ എത്ര സമയം ഉറങ്ങുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അതിൽ മുഴുകി ജീവിക്കുന്നുണ്ട്. എത്ര നേരം നിസ്കരിക്കുന്നു? ഒരു ദിവസം എത്ര വഖ്തുണ്ട് നിസ്കാരം? ആകെ 5 വഖ്താണ്. എത്ര റക്അത്തുണ്ട്? 17 റക്അത്താണ് ഉള്ളത്. എത്ര സമയമാണ് നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചത്? ഖുർആൻ ഒരാൾ എത്രയായിരിക്കും ഓതുന്നുണ്ടാവുക? എത്ര നേരമായിരിക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്? ഇതിൽ തിന്മകൾ എത്ര കയറി കൂടിയിട്ടുണ്ടായിരിക്കും? ഈ പറഞ്ഞ നിമിഷ നേരത്തേക്കുള്ള ചില പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം എന്താണ്? അവസാനമില്ലാത്ത സ്വർഗമാണ്. സ്വർഗത്തിൽ യാതൊരു അനുഗ്രഹവുമില്ല എന്ന് വിചാരിക്കുക, ഒരു സമാധാനമുള്ള ജീവിതമുണ്ട്, പക്ഷെ കാലാകാലമാണെന്ന് വിചാരിക്കുക. അത് മാത്രമാണെങ്കിൽ പോലും മിനിറ്റുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് എങ്ങനെയാണ് അവസാനമില്ലാത്ത പ്രതിഫലം ഉണ്ടാകുക? അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. സ്വർഗം അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽപ്പെട്ടതാണ്. മുഅ്തസില വിഭാഗം, അതുപോലെ തന്നെ പിഴച്ച കക്ഷികളിൽപ്പെട്ട ചിലർ, അവർ പറഞ്ഞു സ്വർഗം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് നൽകുക എന്നത് അള്ളാഹുവിൻ്റെ മേലുള്ള ബാധ്യതയാണ്. നഊദു ബില്ലാഹ്, ഒരിക്കലുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വർഗം അവൻ്റെ അടിമകൾക്ക് നൽകുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് തുല്യമായ പ്രതിഫലമായിക്കൊണ്ടല്ല, മറിച്ച് അവൻ്റെ ഔദാര്യമായിക്കൊണ്ടാണ്. ഒരാൾ ചെയ്ത എത്ര പ്രവർത്തനം ചെയ്താലും അത് സ്വർഗത്തിന് തുല്യമാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതങ്ങനെയാണ് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അമലുകൾ സ്വർഗത്തിന് യാതൊരു നിലക്കും ബാധകമല്ല എന്നല്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, സ്വർഗം അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ലഭിക്കുന്ന പ്രതിഫലമാണ്. സ്വർഗം ലഭിക്കാനുള്ള കാരണമാണ് പ്രവർത്തനങ്ങൾ, സ്വർഗത്തിന് തുല്യമല്ല. മനസ്സിലായി ഞാൻ പറഞ്ഞു? രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പ്രവർത്തനങ്ങൾക്കുള്ള ഇവദല്ല, പ്രവർത്തനങ്ങൾക്കുള്ള മുആവലത്തല്ല, ഒരു കച്ചവടം പോലെയല്ല. കച്ചവടത്തിൽ ഒരാൾ തുല്യമായ പണം നൽകുന്നു, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം പണം നൽകുന്നു, അതിന് പകരം വസ്തു വാങ്ങിക്കുന്നു, ഇതുപോലെയല്ല. എന്നാൽ പ്രവർത്തനങ്ങൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള കാരണമാണ്, അള്ളാഹു നിശ്ചയിച്ച കാരണമാണ്. സ്വർഗക്കാർ അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പദവികൾ, യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കുന്ന പദവികളിൽ ചിലത് മറ്റു ചിലർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഉലൈക ഹുമുൽ വാരിസൂൻ, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ.
ഉലൈക ഹും അൽ വാരിസൂൻ അല്ലദീന യരിസൂന അൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാകുന്നു അനന്തരമായി എടുത്ത ആളുകൾ, അവരാണ് അനന്തരാവകാശികൾ. അല്ലദീന വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവർ എന്താണ് അനന്തരമായി എടുത്തിരിക്കുന്നത്? ഫിർദൗസാൻ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കും. ശരി, ആരിൽ നിന്നാണ് ഈ അനന്തരം കിട്ടിയിരിക്കുന്നത്? ആരുടെ ഭാഗമാണ് ഇവർക്ക് വീതിച്ച് നൽകപ്പെട്ടിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വലഹു മൻസിലാൻ. നിങ്ങളിൽ ഏതൊരാളാകട്ടെ അവർക്കെല്ലാം 2 സ്ഥാനങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മൻസിലുൻ ഫിൽ ജന്നതി വ മൻസിലുൻ ഫിന്നാർ. ഒന്ന് സ്വർഗത്തിലുള്ള പദവിയാണെങ്കിൽ മറ്റൊന്ന് നരകത്തിലുള്ള പദവിയാണ്. ഫഇദാ മാത ഫദഖല അന്നാർ വരിസ അഹ്ലുൽ ജന്നതി മൻസിലഹു. ഒരു മനുഷ്യൻ മരിക്കുകയും അവൻ നരകത്തിലേക്ക് പോവുകയും ചെയ്താൽ അവന് നിശ്ചയിക്കപ്പെട്ട സ്ഥാനം സ്വർഗക്കാർ അനന്തരമായി എടുക്കുന്നതാണ്. അവന് നിശ്ചയിക്കപ്പെട്ട സ്ഥലം ഇവർക്ക് കൊടുക്കുന്നതാണ്. അതാണ് ഉലൈക ഹുമുൽ വാരിസൂൻ എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ വിശദീകരിച്ചതായി കാണാം. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈ ഉമ്മത്തിലുള്ള മുസ്ലിമീങ്ങളുടെ എണ്ണം എത്രയാണ്? ധാരാളമുണ്ട്. നമ്മുടെ പ്രതീക്ഷ അള്ളാഹുവിലുള്ള റജാ, അമലുകൾ ചെയ്യാനുള്ള പ്രേരണ അധികരിപ്പിക്കുന്ന കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിദത് അലയ്യൽ ഉമം, എനിക്ക് ഉമ്മത്തുകൾ കാണിക്കപ്പെട്ടു, ജനങ്ങൾ പല കാലഘട്ടത്തിലുള്ളത്. ഫഅഖദ അൻ-നബിയ്യു യമറു മഅഹുൽ ഉമ്മ, ഒരു നബി അദ്ദേഹത്തോടൊപ്പം ഒരു ഉമ്മത്ത് തന്നെയുണ്ട്. വൻ-നബിയ്യു യമറു മഅഹു നഫർ, വേറൊരു നബി അദ്ദേഹത്തോടൊപ്പം കുറച്ച് സംഘമുണ്ട്. വൻ-നബിയ്യു യമറു മഅഹുൽ അശറ, വേറെ ചില ആളുകൾ അവരോട് 10 ആൾക്കാരുണ്ട്. ഒരു നബിയോടൊപ്പം ആകെ കിട്ടിയത് 10 ആളാണ്. വൻ-നബിയ്യു യമറു മഅഹുൽ ഖംസ, വേറൊരു നബിയോടൊപ്പമുള്ള ആകെ 5 ആളാണ്. വൻ-നബിയ്യു യമറു വഹ്ദഹു, വേറൊരു നബി ഒറ്റക്കാണ് നടന്നു വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നബിമാർ അവരിൽ ചിലർക്ക് ഒരാളെ പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. ഫനദർതു ഫഇദാ സവാദുൻ കസീർ, ഞാൻ നോക്കിയപ്പോഴതാ വലിയ ഒരു ജനസഞ്ചയം. ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ ഹൗലാഇ ഉമ്മത്തി, നബി ജിബ്രീൽ, ഇതാണോ എൻ്റെ ഉമ്മത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞു, ല, ഇതല്ല. വലാകിൻ ഉൻദുർ ഇലൽ ഉഫുഖ്, നബിയെ ചക്രവാളത്തിലേക്ക് നോക്കുക. ഫനദർതു ഫഇദാ സവാദുൻ കസീർ, ഞാൻ ചക്രവാളത്തിലേക്ക് നോക്കിയപ്പോൾ ഇത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്ര വലിയ ജനങ്ങൾ. ജിബ്രീൽ പറഞ്ഞു, ഹൗലാഇ ഉമ്മത്തുക്, ഇവരാണ് നബിയെ അങ്ങയുടെ ഉമ്മത്ത്. വഹൗലാഇ 70,000 ഖുദ്ദാമഹും ലാ ഹിസാബ് അലൈഹിം വലാ അദാബ്, ഇവരുടെ മുൻപിൽ 70,000 ആളുകൾ വേറെയുമുണ്ട്, അവർക്ക് വിചാരണയോ ശിക്ഷയോ ഉണ്ടാവുകയില്ല. ചില പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം വിവരിക്കുന്ന ഹദീസുകൾ വിവരിച്ചപ്പോൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി നൽകപ്പെട്ട വിവരങ്ങൾ പിന്നീട് അവിടുന്ന് അതിനോടൊപ്പം ഈ ഉമ്മത്തിനു വേണ്ടി ദുആ ചെയ്തു, കൂടുതൽ പ്രതീക്ഷ പറഞ്ഞു, ഇനിയും കിട്ടാൻ വേണ്ടി, ഇനിയും ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ ആളുകൾ ഉണ്ടാകാൻ വേണ്ടി. അള്ളാഹു അത് അവിടത്തേക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് ചിലർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് സഹാബികളോടൊപ്പം ഇരിക്കുകയാണ്. അവരിൽ 40 ആളുകൾ അവിടുത്തോടൊപ്പമുണ്ട്. കുറഞ്ഞ ആളുകൾ, ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ കുറച്ച് ആളുകൾ മാത്രം ഒപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവരോട് ചോദിച്ചു, അതർദൗന അൻ തകൂനു റുബുഅ അഹ്ലിൽ ജന്നഹ്, സ്വർഗ്ഗക്കാരിലെ 4/1 നിങ്ങളായാൽ, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്നായാൽ നിങ്ങൾക്കത് തൃപ്തികരമായിരിക്കുമോ? അവർ പറഞ്ഞു, അതെ, 40 ആളാണ് ഇപ്പോൾ ഉള്ളത്, സ്വർഗ്ഗക്കാർ 40, അതിൽ 4/1 നമ്മളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തികരമായിരിക്കും. അതെ, തൃപ്തികരമാണ് നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതർദൗന അൻ തകൂനു സുലുസ അഹ്ലിൽ ജന്നഹ്, എങ്കിൽ സ്വർഗത്തിലെ 3/1 നിങ്ങളായാലോ? 4/1 കൂടുതലാണ് 3/1, നിങ്ങൾക്കത് തൃപ്തികരമാകും? അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നി ലഅർജു അൻ യകൂനു നിസ്ഫ അഹ്ലിൽ ജന്നഹ്, സ്വർഗത്തിലെ പകുതി ആളുകളും എൻ്റെ ഉമ്മത്തിൽ നിന്നാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇത് ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അതിന് കാരണമായിട്ടുണ്ട് എന്നാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പലർക്കും, അല്ലെങ്കിൽ അള്ളാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ,
അമലുകൾ എളുപ്പമാക്കപ്പെടുന്നതിന് ഒരു കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആവും അവിടുന്ന് നമുക്ക് വേണ്ടി പരിശ്രമിച്ചതുമാണ്. നമുക്ക് അവിടുത്തെ ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പല ഹദീസുകൾ അവിടെ നമുക്ക് പ്രയാസമുണ്ടാക്കാൻ തീരെ ആഗ്രഹിച്ചിട്ടില്ല. ലൗലാന ഷുഖാല ഉമ്മത്തിൽ അമർത്തും ബിസ്സിവാക്ക്, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ ഞാൻ അവരോട് പല്ല് തേക്കുന്നത് നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. തറാവീഹ് നിസ്കാരത്തിന് അവിടുന്ന് വന്നു. ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് നിർത്തിവെച്ചു, അത് വീട്ടിലേക്കാക്കി. വീട്ടിലൊറ്റയ്ക്ക് നിസ്കരിച്ചു. അവിടുന്ന് സഹാബികളോട് പറഞ്ഞു, നിങ്ങളുടെ താല്പര്യം കണ്ട് അള്ളാഹു ഇത് നിർബന്ധമാക്കുമെന്ന് ഞാൻ പേടിച്ചുപോയി, പിന്നെ നിങ്ങൾക്കത് പ്രയാസകരമായി മാറിയേക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞ എത്ര കൃത്യമായ വാക്കാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫ് റഹീം. ആയത്ത് ആവർത്തിച്ച് നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങൾക്കിതാ റസൂൽ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുക എന്നത് അവിടത്തേക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ്. ബിൽ മുഅ്മിനീന റഊഫ് റഹീം, മുഅ്മിനീങ്ങളോട് റഊഫാണ്, സൗമ്യതയുള്ള ക്ഷമയുള്ളവരാണ്. റഹീമൻ, കാരുണ്യമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, വദാക അന്ന അഹ്ലൽ ജന്നതി ലാ യദ്ഖുലുഹാ ഇല്ലാ നഫ്സു മുസ്ലിമ, സ്വർഗത്തിൽ മുസ്ലിമീങ്ങളായിട്ടുള്ളവരല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ച മുൻപുള്ള സമൂഹത്തിലും ഇക്കാലഘട്ടത്തിലും. വമാ അൻതും ഫീ അഹ്ലി ശിർകി ഇല്ലാ കശ്ശഅറത്തിൽ ബൈദാഇ ഫീ ജിൽദി ഥൗറിൽ അസ്വദ്, ഒരു കറുത്ത പോത്തിൻ്റെ ശരീരത്തിലെ വെളുത്ത രോമങ്ങൾ പോലെയായിരിക്കും നിങ്ങൾ മറ്റു സമൂഹത്തെ അപേക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ടായിരിക്കും, അവർക്കിടയിൽ നിങ്ങൾ ധാരാളം ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിച്ചതായി കാണാം. സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അതിനാണ് വസീല എന്ന് പറയുന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും താഴ്ന്ന പദവി ലഭിക്കുന്നത് ആർക്കാണ്? അതൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലെ ഉന്നത പദവിയെക്കുറിച്ചും ഏറ്റവും താഴ്ന്ന പദവിയെക്കുറിച്ചും അള്ളാഹുവിനോട് ചോദിച്ചതായി. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സഅല മൂസ റബ്ബഹു, മൂസ തൻ്റെ റബ്ബിനോട് ചോദിച്ചു, മാ അദ്നാ അഹ്ലിൽ ജന്നതി മൻസിലതൻ, സ്വർഗത്തിൽ ഏറ്റവും താഴ്ന്ന പദവി ആർക്കായിരിക്കും ഉണ്ടാവുക? ഹുവ റജുലുൻ യജീഉ ബഅദമാ ഉദ്ഖില അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗത്തിൽ അവസാനമായി കയറി പറ്റുന്ന ആൾക്കാണ് ഏറ്റവും താഴെ പദവി ഉണ്ടായിരിക്കുക. സ്വർഗത്തിൽ ഏറ്റവും താഴ്ന്ന പദവി ആൾക്കാണ്. സ്വർഗ്ഗക്കാരെല്ലാം സ്വർഗത്തിൽ കയറിയതിന് ശേഷമാണ് അയാൾ വരിക. ചില ഹദീസിൽ വിശദമായത് വന്നിട്ടുണ്ട്. നരകത്തിൽ അയാൾ പ്രയാസപ്പെട്ട് നരകത്തിൻ്റെ അഗ്നിയുടെ തിരമാലകളിൽ മറിഞ്ഞും വീണും പതുക്കെ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് എന്നത് സുദീർഘമായ ഹദീസ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ഭംഗിയുള്ള ഹദീസാണ്. അത് നിങ്ങൾ പറ്റെങ്കിൽ വായിച്ചു നോക്കുക. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അയാളോട് പറയും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ചില റിവായത്തുകൾ കാണാൻ അയാൾ സ്വർഗത്തിലേക്ക് പോയി നോക്കും. അപ്പോൾ അതാ സ്വർഗത്തിലെല്ലാ സ്ഥാനങ്ങളിലും ആളുകൾ കയറി കഴിഞ്ഞിരിക്കുന്നു, ഇനി സ്ഥലമില്ല. അയാൾ തിരിച്ചു വരും. അയാൾ പറയും, ഐ റബ്ബി കൈഫ വഖദ് നസല അന്നാസു മനാസിലഹും വഖദു അഖദാതിഹിം, അള്ളാഹുവെ എങ്ങനെയാണ് ഞാനിനി സ്വർഗത്തിൽ കയറുക? ആളുകളെല്ലാം അവരുടെ സ്ഥാനങ്ങൾ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു, എടുക്കേണ്ടതെല്ലാം എടുത്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്കെവിടെ സ്ഥലം? ഫയുഖാലു ലഹു, അങ്ങനെ അയാളോട് അള്ളാഹു ചോദിക്കും, അതർദ അൻ യകൂന ലക മിസ്ലു മുൽക്കി മലികിൻ മിൻ മുലൂക്കി ദുനിയ, ഇഹലോകത്തുള്ള ഒരു രാജാവിന് നൽകപ്പെട്ടതുപോലുള്ളത് നിനക്ക് നൽകപ്പെട്ടാൽ നീ തൃപ്തിപ്പെടുമോ? അയാൾ പറയും, റദീതു റബ്ബി, അള്ളാഹു ഞാനത് തൃപ്തിപ്പെടുന്നതാണ്. അയാളോട് ചോദിക്കും, അപ്പോൾ അയാളോട് പറയപ്പെടും, ലക ദാലിക വമിസ്ലുഹു 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 വമിസ്ലുഹു, നിനക്ക് ഈ പറഞ്ഞതുണ്ട്, അതിൻ്റെ ഇരട്ടി അതിൻ്റെ ഇരട്ടി അതിൻ്റെ ഇരട്ടി അതിൻ്റെ ഇരട്ടിയുണ്ട്. 4 തവണ അത് ആവർത്തിക്കും. ഫഖാല ഫിൽ ഖാമിസ, 5ാമത്തെ തവണ പറയുമ്പോൾ അയാൾ പറയും, റദീതു യാ റബ്ബ്, എനിക്കിത് മതി, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹു അയാളോട് പറയും, ഹാദാ ലക വഅശ്റതു അംസാലിഹ്, എനിക്ക് ഈ പറഞ്ഞതും ഇതിൻ്റെ 10 ഇരട്ടിയും ഉണ്ടായിരിക്കും. സ്വർഗത്തിൽ അവസാനം കയറുന്ന ആൾക്കുള്ളതാണ്.
വലക മഷ്തഹത് നഫ്സുക വലദ്ദത ഐനുക, എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നതും എൻ്റെ കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്നതും എന്തൊക്കെയുണ്ടോ അതൊക്കെയുണ്ട്. ഫയഖൂലു റദീതു റബ്ബി, അപ്പോൾ അയാൾ പറയും അല്ലാഹുവേ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ചോദിക്കും യാ റബ്ബി ഫഅലാഹും മൻസിലതൻ, എങ്കിൽ അല്ലാഹുവേ അവരിൽ ഏറ്റവും ഉന്നതമായ പദവിയുള്ള ആളുടെ കാര്യം എന്താണ്? അല്ലാഹു പറയും ഉലൈക അല്ലദീന അറദ്ത, ആ കൂട്ടർ ഏറ്റവും ഉന്നതമായ പദവിയുള്ളവർ, അവരെ ഞാൻ പ്രത്യേകം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരാണ്. ഗറസ്തു കറാമതഹും ബിയദി ഔ ബിയദയ്യ, അവർക്കുള്ള ആദരവുകൾ ഞാൻ എൻ്റെ 2 കരങ്ങൾ കൊണ്ടാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. വഖതംതു അലൈഹ, അതിനുമേൽ ഞാൻ മുദ്ര വച്ചിരിക്കുന്നു, ഒരാൾ കാണാതിരിക്കാൻ വേണ്ടി. ഫലം തറ ഐനുൻ വലം തസ്മഅ ഉദുനുൻ വലം യഖ്തുർ അലാ ഖൽബി ബശർ, ഈ പറഞ്ഞത് ഒരാളുടെ ചെവിയിലും എത്തിയിട്ടില്ല, ഒരാളുടെ മനസ്സിലും മിന്നിമറഞ്ഞിട്ടില്ല, ഒരാളുടെ കണ്ണും കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഇതാണ് സ്വർഗ്ഗക്കാരിൽ ഏറ്റവും ഉയരമുള്ളയാൾ, ഏറ്റവും താഴെയുള്ളയാൾ. ഏറ്റവും താഴെയുള്ളയാളുടെ ഹദീസ് ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസ്, സുദീർഘമായ ഹദീസാണത്. അവസാനമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്, നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഹദീസ്, ഞാൻ സുദീർഘമായതുകൊണ്ട് അത് വായിക്കുന്നില്ല, പറ്റുമെങ്കിൽ ആ ഹദീസ് നിങ്ങൾ കണ്ടെത്തുകയും വായിച്ചു നോക്കുകയും വേണം. അള്ളാഹുവിൻ്റെ ഫദ്ലിൻ്റെ വിശാലത എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഹദീസിൽ പെട്ടതാണ് ഈ അവസാനത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുടെ ഹദീസ്. സ്വർഗ്ഗത്തിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർശനം പറഞ്ഞു വെച്ചത്. ഇതിൽ കുറച്ചുകൂടി പറയാനുണ്ട്. അതിൽപ്പെട്ടതാണ് കഴിഞ്ഞ തവണ ദർശിൽ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ, അതുപോലെ വാതിലുകളുടെ വിശാലതയും മറ്റുമാണ് പറഞ്ഞു വെച്ചത്. ഇതിൻ്റെ ബാക്കി പറയാനുണ്ട്. അതിൽപ്പെട്ടതാണ് സ്വർഗ്ഗത്തിലെ മണ്ണിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉദ്ഖിൽതുൽ ജന്നത ഫഇദാ ഫീഹാ ജനാബിദുൽ ലുഅ്ലു വഇദാ തുറാബുഹൽ മിസ്ക്, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഉള്ള നിർമ്മിതികൾ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ലുഅ്ലു കൊണ്ടാണ്. മലയാളത്തിൽ പറയല് മുത്തുപവിഴങ്ങൾ കൊണ്ടാണ്, ലുഅ്ലു കൊണ്ടാണ്. വഇദാ തുറാബുഹ അൽ മിസ്കു, അതിലെ മണ്ണാകട്ടെ കസ്തൂരിയാണ്. ചില ഹദീസുകൾ കാണാം മണ്ണ് കസ്തൂരിയുടെ മണമാണ്, മണ്ണിൻ്റെ നിറമാകട്ടെ ജഅഫറാനാണ്. ജഅഫറാൻ പറയാം കുങ്കുമം. അതിലെ മണ്ണിൻ്റെ നിറം കുങ്കുമത്തിൻ്റെ നിറം. കുങ്കുമം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കുങ്കുമം പാലിലൊക്കെ ഒഴിച്ചിട്ട് വ്യത്യസ്ത നിറമുള്ളതാണ്. അതാണ് അതിൻ്റെ മണ്ണിൻ്റെ നിറം. മണമാകട്ടെ മിസ്കാൻ. ഈ പറഞ്ഞതെല്ലാം ദുനിയാവിലെ നമുക്ക് മനസ്സിലാകുന്ന അർത്ഥങ്ങൾ മാത്രമാണ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഹഖീഖ എന്താണ്, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അല്ലാഹു അലം. അതുപോലെ സ്വർഗം അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, അത് ജന്നത്താണ്, ധാരാളം വൃക്ഷങ്ങളുള്ളതാണ്. ഖുർആനിൽ പലയിടത്തും അത് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നബയിൽ പറഞ്ഞു ഇന്നലിൽ മുത്തഖീന മഫാസൻ ഹദായിഖ വഅനാബ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു വിജയത്തിൻ്റെ ഭവനമായി നൽകിയിരിക്കുന്നത് സ്വർഗ്ഗങ്ങളാണ്. ഹദായിഖ്, അവിടെ എന്തുണ്ട്? തോട്ടങ്ങളുണ്ട്. വഅനാബൻ, മുന്തിരികളുണ്ട്. വേറെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു സൂറത്ത് റഹ്മാനിൽ ഫീഹിമാ ഫാകിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ, അവിടെ ഫലങ്ങളുണ്ട്, ഈന്തപ്പഴമുണ്ട്, റുമ്മാനുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ്, വലതുപക്ഷക്കാർ. എന്താണ് വലതുപക്ഷക്കാർ? അല്ലാഹു പറഞ്ഞു ഫീ സിദ്രി മഖ്ദൂദ്, അവർക്ക് സിദ്റിൻ്റെ മരം അവിടെ ഉണ്ടായിരിക്കും. സിദ്റിന് എലന്ത മരമാണ്, അതിലും കര മുള്ളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അല്ലാഹു പറഞ്ഞു ഫീ സിദ്രിൻ മഖ്ദൂദ്, അതിൻ്റെ മുള്ളുകൾ കുഴിച്ചു കളഞ്ഞ രൂപത്തിലായിരിക്കും, മുള്ളുണ്ടാവില്ല. ഇത് പ്രയാസകരമായ ഒന്നും ഉണ്ടാവുകയില്ല. വതൽഹിൻ മന്ദൂദ്, തൽഹ് എന്ന് പറഞ്ഞാൽ വാഴയാണ്, പഴങ്ങളുള്ള. വതൽഹിൻ മന്ദൂദ്, മന്ദൂദ് എന്ന് പറഞ്ഞാൽ അത് ഇലകൾ താഴേക്കെത്തി നിൽക്കുന്ന വിശാലമായ ഇലകളുള്ളതാണ്, അത്രയും വലുതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഈ പറഞ്ഞ 2 വൃക്ഷങ്ങളും പൊതുവെ ദുനിയാവിൽ ആളുകൾക്ക് വലിയ ആഗ്രഹമുള്ളതല്ല. സിദ്റാകട്ടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ വാഴയാകട്ടെ.
പക്ഷെ ഇത് രണ്ടും സ്വർഗത്തിൽ ഈ രൂപത്തിലാണെങ്കിൽ, അതിലെ പ്രയാസങ്ങളെല്ലാം എടുത്തു കളയപ്പെട്ട രൂപത്തിലാണെങ്കിൽ അദ്ദേഹം പറയാണ്, അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ആഗ്രഹിക്കപ്പെടുന്ന വലിയ വലിയ ഫലങ്ങൾ, വിലപിടിപ്പുള്ള ഫലവർഗ്ഗങ്ങൾ, അവയുടെ കാര്യം എന്തായിരിക്കും? അദ്ദേഹം ഉദാഹരണത്തിന് ആപ്പിൾ പോലെ, അതുപോലെ തന്നെ മുന്തിരി പോലെ മറ്റു ഫലങ്ങൾ, അതിൻ്റെ ഭംഗിയും അതിൻ്റെ രസവും എത്ര വലുതായിരിക്കും. ആളുകൾ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒന്ന് ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവയുടെ കാര്യം എന്തായിരിക്കും? അള്ളാഹു പറഞ്ഞു, ഫീഹിമാ മിൻ കുല്ലി ഫാക്കിഹത്തിൻ വസൗജാൻ. അവിടെ എല്ലാ നിലക്കുള്ള പഴവർഗ്ഗങ്ങളുമുണ്ട്, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഇണകളുമുണ്ട്. ഈ ഫവാക്കിഹുകൾ ചില അസാറുകളിൽ കാണാം, മനുഷ്യൻ ആഗ്രഹിച്ചാൽ അത് അവൻ്റെ കയ്യിലേക്ക് വന്നെത്തുന്നതാണ്. അത് പറിക്കാനും വേണ്ടി കൈ നീട്ടേണ്ടതില്ല, അത് അവൻ്റെ അടുത്തേക്ക് വന്നെത്തുന്നതാണ്. അവൻ ആഗ്രഹിക്കുന്ന രുചിയിൽ, ഓരോ തവണയും വ്യത്യസ്തമായ രുചിയിൽ. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലു ഹാദൽ ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഊതു ബിഹി മുതശാബിഹാ വലഹും ഫീഹാ അസ്വാജും മുതഹറ ഹും ഫീഹാ ഖാലിദൂൻ. അവർക്ക് അവിടെ ഓരോ തവണ ഒരു ഫലം നൽകപ്പെടുമ്പോഴും അവർ പറയും, ഇത് ഞങ്ങൾക്ക് മുൻപ് നൽകപ്പെട്ടതാണ്. ഫസ്സീരീങ്ങൾ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ അവർ പറയും, ഇത് ദുനിയാവിൽ കിട്ടിയതാണല്ലോ, എൻ്റെ രൂപം അതുപോലെ തന്നെയുണ്ട്. അല്ലെങ്കിൽ അവർ പറയും, ഇത് ഞങ്ങൾക്ക് കുറച്ചു നേരം മുൻപേ, അല്ലെങ്കിൽ ഇന്നലെ കിട്ടിയതാണല്ലോ, രൂപം ഒരുപോലെയുണ്ട്. പക്ഷേ അള്ളാഹു പറയണം, തൂബിഹി മുതശാബിഹ, അതിൻ്റെ രൂപം മാത്രമാണ് ഒന്ന്. ഓരോന്നും കഴിക്കുമ്പോൾ ഇന്നുവരെ രുചിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ രുചിയായിരിക്കും അതിനുണ്ടായിരിക്കുക. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇത് ഇബ്നു കസീർ പറഞ്ഞേക്കാണ്, ഈ ദുനിയാവിൽ തന്നെ മണ്ണ് അതിൽ വെള്ളമൊഴിച്ച് ആ ചെളിയിൽ നിന്നുണ്ടാകുന്ന വൃക്ഷങ്ങളുടെ രുചി ഇത്രയാണെങ്കിൽ, സ്വർഗത്തിലെ മണ്ണ് മിസ്കു കൊണ്ടാണ്, അതിൻ്റെ തുറാബ് ജഅഫറാനാണ്. അതിലെ നദികളാകട്ടെ ഹദീസുകൾ വന്നതുപോലെ ശുദ്ധമായ വെള്ളവും പാലും ഇതൊക്കെയാണ്. ഇതിൽ നിന്നുണ്ടാകുന്നതിൻ്റെ രുചി എന്തായിരിക്കും? ഒരു മനുഷ്യൻ എത്ര ചിന്തിച്ചാലും ആലോചിച്ചാലും അത് മനസ്സിലാവുകയില്ല. അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ. മുത്തഖീങ്ങൾ തണലുകളിലായിരിക്കും, ഉറവകൾ ഉണ്ടായിരിക്കും. വഫവാകിഹ മിമ്മ യശ്തഹൂൻ. അവരാഗ്രഹിക്കുന്ന എന്തുണ്ടോ, ഫലങ്ങളുണ്ടോ, അതൊക്കെ അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്വർഗത്തിലെ ഫലങ്ങൾ, അത് ഇവിടെ ദുനിയാവിലെ ഫലവർഗ്ഗങ്ങൾ ഓരോ കാലാവസ്ഥയിലുമാണ് ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല. ലാ മഖ്തൂഅത്തിൻ ഫീഹ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. അത് ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല, എപ്പോഴെങ്കിലും അതിൻ്റെ വരവ് നിലക്കുകയില്ല, എപ്പോഴുമുണ്ട്. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴുമുണ്ട്. ഇതാണ് സ്വർഗത്തിലെ ഫലങ്ങളുടെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെ വലുപ്പം വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ലശജറതൻ. സ്വർഗത്തിലൊരു മരമുണ്ട്. യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത ആമിൻ ലാ യഖ്തഉഹ. അതിൻ്റെ താഴെ ഒരു ഓട്ടക്കാരൻ തൻ്റെ കുതിരയെ വേഗത്തിൽ ഓടിച്ചാൽ 100 വർഷം പിന്നിട്ടാലും അതിൻ്റെ തണൽ അവസാനിക്കുകയില്ല. യാ സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ഇതിൻ്റെ വലുപ്പം, എന്തായിരിക്കും ഇതിൻ്റെ ഭംഗി, എന്തായിരിക്കും ഇത് നോക്കി കാണുന്നവൻ്റെ അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ദുനിയാവിൽ മനുഷ്യരിലെ ആളുകൾ കുറച്ച് മടുത്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കാഴ്ച കാണാൻ പോകും. എന്ത് കാണാൻ പോകുന്നത്? വെള്ളച്ചാട്ടങ്ങൾ, വൃക്ഷങ്ങൾ, കാടുകൾ. മനുഷ്യൻ്റെ കണ്ണിന് വളരെ സുഖം ലഭിക്കുന്ന കാഴ്ചയാണ് ഈ പച്ചപ്പ് എന്നുള്ളത്. ഇത് കാണാനാണ് ഈ പോകുന്നത്. ദുനിയാവിലുള്ള ഈ ചെറിയ വലുപ്പത്തിലുള്ളത് എത്ര പേരുടെ വിലക്ക് വലുപ്പം, പക്ഷെ അതിൻ്റെ ഭംഗി എന്താണ്? എങ്കിൽ സ്വർഗം എന്തായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദുനിയാവ് പടച്ചു വെച്ച റബ്ബ് സ്വർഗം എങ്ങനെയായിരിക്കും സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും? സുബ്ഹാനല്ലാഹ്. ശരി, സ്വർഗത്തിലെ വൃക്ഷങ്ങൾ നിനക്ക് അധികരിപ്പിക്കണം, അതിന് വഴിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയുടെ അരികിൽ കൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം അതാ ഒരു ചെടി നട്ടുപിടിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക അലാ ഗിറാസിൻ ഖൈറിൻ ലക മിൻ ഹാദാ. ഇതിനേക്കാൾ നല്ല ഒരു ചെടിയെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് ദുനിയാവിലെ എന്തു കാര്യങ്ങളിലും പരലോകത്ത് ഓർമ്മിപ്പിക്കാനുള്ള വടികൾ കണ്ടെത്താറുണ്ടായിരുന്നു.
അദ്ദേഹം പറഞ്ഞു, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ യുഗ്റസു ലക ബികുല്ലി വാഹിദത്തിൻ ഷജറത്തുൻ ഫിൽ ജന്ന. ഈ 4 വാക്കുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഇതിലെ ഓരോ വാക്കിനും പകരമായി നിനക്ക് സ്വർഗത്തിൽ ഒരു വൃക്ഷം അള്ളാഹു നട്ടുപിടിപ്പിക്കുന്നതാണ്. അതായത് അധികരിപ്പിക്കാനുള്ള, സ്വർഗത്തിലെ വൃക്ഷങ്ങൾ അധികരിപ്പിക്കാനുള്ള വഴിയാണ് ഈ ദിക്ർ അധികരിപ്പിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്നah. ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അവന് സ്വർഗത്തിലൊരു ഈന്തപ്പന അള്ളാഹു അവന് വേണ്ടി നട്ടുപിടിപ്പിക്കുന്നത്. ഇത് ദിക്റുകൾ അധികരിപ്പിക്കാനുള്ള പ്രേരണയാണ്. ഇതുപോലെ തന്നെ സ്വർഗത്തിൽ വിവരിക്കപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സ്വർഗത്തിലെ നദികൾ. സ്വർഗത്തിൽ പല തരത്തിലുള്ള നദികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക, അതാണ് ഏറ്റവും മുകളിലുള്ള സ്വർഗം. വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിലെ നദികൾ അത് ഉറവ് പൊട്ടുന്നത്. സ്വർഗത്തിലെ നദികളിൽ ഒന്നിൻ്റെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്, പലതിൻ്റെ പേര് വന്നിട്ടുണ്ട്. അതിലൊന്ന് കൗസറാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൗസറിനെ വിവരിച്ചത് മുൻപ് നമ്മൾ ഹദീസിൽ പറഞ്ഞതാണ്. അതിൻ്റെ കരകളിൽ, ഇരു കരകളിലും അതിൻ്റെ ഇരു കരകളിലും മുത്തുകൾ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിവരിച്ചതായി കാണാം. അതുപോലെ തന്നെ സ്വർഗത്തിലെ നദികൾ കേവലം വെള്ളം കൊണ്ടുള്ളത് മാത്രമല്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു പറഞ്ഞു, മസലുൽ ജന്നത്തില്ലത്തി വുഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗം, അതിൻ്റെ വിവരണം ഇതാണ് സ്വർഗത്തിൻ്റെ രൂപം. ഫീഹ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിൻ, അവിടെ കലർപ്പ് വരാത്ത വെള്ളത്തിൻ്റെ നദികളുണ്ട്. ആസിൻ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടന്ന വെള്ളത്തിനാണ് ആസിൻ എന്ന് പറയുന്നത്. വെള്ളം കുറേ കെട്ടിക്കിടന്നാലുണ്ടാവും അതിനൊരു നിറവ്യത്യാസം വരും. അങ്ങനെയില്ലാത്ത, മാറ്റം വരാത്ത ശുദ്ധമായ തെളിനീരുള്ള നദികൾ അവിടെയുണ്ട്. ഖുർആനിൽ അല്ലാഹു പറയാം, ഫീഹ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിൻ വ അൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചി വ്യത്യാസം വരാത്ത പാലിൻ്റെ നദികൾ അവിടെയുണ്ട്. വ അൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, മദ്യത്തിൻ്റെ അരുവികളുണ്ട്. ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് അങ്ങേയറ്റത്തെ അനുഭൂതി നൽകുന്നതാണത്. വ അൻഹാറിൻ മിൻ അസലിൻ മുസഫ, അതോടൊപ്പം കലർപ്പില്ലാത്ത പരിശുദ്ധമായ തേനിൻ്റെ അരുവികളുമുണ്ട്. കാണുന്ന സന്ദർഭത്തിലല്ലാതെ ഇത് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ദുനിയാവിലെ നദികളുടെ ഭംഗി ഇതാണെങ്കിൽ അള്ളാഹു ഒരുക്കി വെച്ചത് എന്താണ് എന്ന് കാണുമ്പോഴല്ലാതെ ഒരാൾക്ക് മനസ്സിലാവുകയില്ല. അതോടൊപ്പം മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അവർക്ക് അവിടെയുണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കാം, കമൻ ഹുവ ഖാലിദുൻ ഫിന്നാരി വസുഖൂ മാഅൻ ഹമീമൻ ഫഖത്തഅ അംആഅഹും, ഈ സ്വർഗം ഇതാണ്. ഇനി ഇതും കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ, നരകത്തിൽ കാലാകാലമായി കിടക്കുന്ന ഒരുത്തൻ്റെ അവസ്ഥയും നിങ്ങളൊന്ന് തട്ടിച്ചു നോക്കൂ. ഫസുഖൂ മാഅൻ ഹമീമൻ, ചുട്ടുപൊള്ളുന്ന ചൂടുവെള്ളമാണ് അവനവിടെ നൽകപ്പെടുക. ഫഖത്തഅ അംആഅഹും, അത് കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആമാശയം അത് ചിതറിത്തെറിപ്പിച്ച് കളയും, കീറിക്കളയും. അങ്ങനെയുള്ള ചൂടുവെള്ളമാണ് അവിടെ നൽകപ്പെടുന്നത്. ഇത് രണ്ടിൽ ഏതാണ് നിനക്ക് വേണ്ടത് എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഈ പറഞ്ഞ 4 കാര്യങ്ങളും, ഈ 4 കാര്യങ്ങളും സ്വർഗത്തിൽ സമുദ്രമായുണ്ട്. പാലിൻ്റെ, മദ്യത്തിൻ്റെ, വെള്ളത്തിൻ്റെ, അതുപോലെ തേനിൻ്റെ സമുദ്രങ്ങളുണ്ട്. ഈ സമുദ്രങ്ങളിൽ നിന്നാണ് സ്വർഗത്തിലെ നദികൾ ഒഴുകുക എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതായി കാണാം. അതോടൊപ്പം ഇത് നദികളുടെ കാര്യമാണ്. സ്വർഗത്തിൽ ഉറവകളുണ്ടായിരിക്കും. അള്ളാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, മുത്തഖീങ്ങൾ സ്വർഗങ്ങളിലാണ്, അതോടൊപ്പം വെള്ളമൊലിച്ചിറങ്ങുന്ന ഉറവകളിലാണ്. ഉറവകൾ പല രൂപത്തിലുണ്ട്. ഉദാഹരണത്തിന് സൂറത്തു റഹ്മാനിൽ
അല്ലെ 2 തരം സ്വർഗ്ഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉമൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നത് ഭയന്നവർക്ക് 2 സ്വർഗ്ഗങ്ങളുണ്ട്. ആ സ്വർഗ്ഗത്തിൽ അള്ളാഹു പറഞ്ഞു ഫീഹിമ ഐനാനി തജ്രിയാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടുത്തെ ഉറവകൾ ഫീഹിമ ഐനാനി തജ്രിയാൻ, സ്വച്ഛമായി ഒഴുകുന്ന ഉറവകളുള്ള സ്വർഗമാണത്. അത് ഉന്നതമായ പദവിയാണ്, സ്വച്ഛമായി ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതാണ് തസ്നീമും സൽസബീലുമൊക്കെ. തസ്നീം സൽസബീൽ എന്നൊക്കെ ഖുർആനിൽ വന്നത് ഈ പറഞ്ഞ ഒഴുകുന്ന ഉറവകളാണ്. എന്നാൽ ഇതിൽ താഴെയുള്ള 2 സ്വർഗ്ഗങ്ങൾ സൂറത്തുൽ റഹ്മാൻ കഴിഞ്ഞ ദർശനങ്ങൾ പറഞ്ഞിരുന്നു. 2 തരം സൂറത്തുൽ റഹ്മാനിൽ 4 സ്വർഗ്ഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണം ഉന്നത പദവിയുള്ളവർക്ക്, 2 എണ്ണം അതിൽ താഴെയുള്ളവർക്ക്. അതിൽ താഴെയുള്ളവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ഫീഹിമ ഐനാനി നദ്ദാഖതാൻ. അതിൽ താഴെയുള്ള സ്വർഗത്തിലാകട്ടെ 2 ഉറവകളുണ്ട്. അത് നദ്ദാഖതാൻ, അതിങ്ങനെ എന്തിനു പറയാ, വെള്ളം ഇങ്ങനെ നിങ്ങൾ ഈ ചൂടുള്ള വെള്ളം ഇതാക്കിയാൽ കാണില്ലേ, അതിങ്ങനെ തിളക്കുന്നത് പോലെ അങ്ങനെ പൊട്ടുന്ന ഉറവകളാണ്. സ്വച്ഛമായി ഒഴുകുന്നത് ഏറ്റവും മുകളിലുള്ളവർക്കാണ്. താഴെയുള്ളവർക്കുള്ളത് ഇങ്ങനെ പൊട്ടി വരുന്ന വെള്ളം, ഉറവ് പൊട്ടുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അങ്ങനെയുള്ള 2 ഉറവകൾ അവർക്ക് അതിൽ ഉണ്ടായിരിക്കും. ഈ 2ഉം അവർക്കുണ്ടാകുമെന്ന് ഹദീസിൽ കാണാം. അത് തന്നെ ഉലമാക്കൾ പറഞ്ഞതായി കാണാം. ഈ ആയത്തിനെ വിശദീകരിച്ച അതിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം വിവരിച്ചതായി കാണാം. സ്വർഗ്ഗക്കാർ അവരുദ്ദേശിക്കുന്നിടത്ത് ഇത് പൊട്ടിക്കുന്നതാണ്. അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അവർ ഉറവുകൾ ഒഴുക്കുന്നതാണ്. അവർ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അവിടെ അത് വരും എന്ന് ഹദീസിൽ സലഫുകളുടെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ പേരുകൾ വന്ന ഉയൂനുകൾ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഐനുൽ കാഫൂർ. അല്ലാഹു ഖുർആൻ സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കാസിൻ കാന മിസാജുഹ കാഫൂറ. കാഫൂർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം. ചില പറഞ്ഞ കർപ്പൂരത്തിന് മണമുള്ളത്, അതിൻ്റെ തണുപ്പുള്ളത്, അങ്ങനെയുള്ള ഉറവ ഉണ്ടായിരിക്കും. അത് ഉറവയിൽ നിന്ന് പൊട്ടും. ചിലർക്കത് കലർത്തി നൽകും, ചിലരത് ശുദ്ധമായി തന്നെ കുടിക്കും. അതുപോലെ തന്നെ സൽസബീലുണ്ട്. വയുസ്ഖൗന ഫീഹ കാസൻ കാന മിസാജുഹ സൻജബീല ഐനൻ ഫീഹ തുസമ്മ സൽസബീല. സൽസബീൽ എന്ന ഉറവയുണ്ട്. ആ ഉറവയിൽ നിന്ന് സൻജബീൽ കലർത്തിക്കൊണ്ട് ചിലർക്ക് കൊടുക്കും. ചിലർ കലർത്താതെ ശുദ്ധമായ സൻജബീൽ തന്നെ കുടിക്കും. ശുദ്ധമായ സൻജബീൽ ഉന്നത പദവിയിലുള്ളവർക്കാണ്. അതിൽ താഴെയുള്ളവർക്ക് അതിൻ്റെ കലർപ്പ് ലഭിക്കുന്നതാണ്. മറ്റൊന്ന് തസ്നീമാണ്. സൂറത്ത് മുത്തഫിഫീൻ അല്ലാഹു പറഞ്ഞു ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻദുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നദറത്തൻ നഈം യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്കുൻ വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ വമിസാജുഹു മിൻ തസ്നീം. ഇതും അതുപോലെ തന്നെ തസ്നീം ചിലർക്ക് മിസാജായി നൽകും, അതായത് കലർത്തി നൽകും. മറ്റു ചിലർ അതിൽ നിന്ന് കുടിക്കും, നേർക്ക് നേരെ കുടിക്കും. ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ. വേറെ ചിലർ അതിൽ നേർക്ക് നേരെ കുടിക്കുന്നതാണ്. ഈ സൽസബീലിനെ കുറിച്ച് ചിലർ പറഞ്ഞു, സൽസബീൽ എന്ന വാക്കിന് കേട്ടാൽ മനസ്സിലാവും, അങ്ങനെ തുടർച്ചയായി വരുന്നതാണ്. സൽസബീൽ ചിലർ പറഞ്ഞു അത് വെള്ളം ഒരാളെടുത്ത് വായുടെ അടുത്തേക്ക് എത്തിച്ചാൽ വെള്ളം അവൻ്റെ വായിലേക്ക് സ്വയം തന്നെ കയറി ഇറങ്ങിപ്പോകും. ഒരു തടസ്സവുമില്ലാതെ വെള്ളം അവൻ്റെ വായിലേക്ക് ഒഴിക്കാതെ തന്നെ അത് പ്രവേശിക്കുന്നതാണ് എന്ന് ചിലരുടെ അസറുകളിൽ വന്നിട്ടുണ്ട്. ഇതാണ് സ്വർഗത്തിലെ നദികൾ. സ്വർഗത്തിൽ ഖുസൂറുകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, ഭവനങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞു വമസാകിന തയ്യിബതൻ ഫീ ജന്നാതി അദൻ, എന്നേക്കുമായുള്ള സ്വർഗത്തിൽ പരിശുദ്ധമായ ഭവനങ്ങളുണ്ട് അവർക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ ലഹും ജസാഉദ്ദഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ. അവർ സ്വർഗത്തിൽ ആ മുറികളിൽ, ഗുർഫ എന്നാണ് ഗുർഫ മുറി, വഹും ഫിൽ ഗുറുഫാത്ത്, ആ മുറികളിൽ ആമിനൂൻ നിർഭയരായിരിക്കും. അള്ളാഹു പറഞ്ഞു ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. അവർക്കവിടെ മുറികൾ നൽകപ്പെടുന്നതാണ്, അവിടെ അവർ സലാമോടുകൂടി സ്വീകരിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ ധാരാളം ആയത്തുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ടെൻറ്റുകളുണ്ട്,
ഹൂറുൽ ഐനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. ഖിയാം എന്ന് പറഞ്ഞാൽ പിന്നെ ഖൈമയിൽ നിന്ന് വന്നാൽ, ഖൈമ എന്ന ടെൻറ്റുകൾ. എന്താണ് സ്വർഗത്തിലെ ടെൻറ്റുകളുടെ അവസ്ഥ? നമ്മൾ ടെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും കേൾക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഖൈമതു ദുർറത്തുൻ മുജവ്വഫത്തുൻ. ഖൈമ എന്നാൽ സ്വർഗത്തിലെ ഖൈമ, സ്വർഗത്തിലെ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ഖൈമ മുജവ്വഫ, ദുർറത്തു മുജവ്വഫ, അത് ഉള്ളു പൊള്ളയായ മുത്തായിരിക്കും. അതിൻ്റെ വലുപ്പം എന്താണ്? തൂലുഹ ഫിസ്സമായി 30 മീലൻ. അതിൻ്റെ ഉയരം 30 മൈലുകൾ ആകാശത്തേക്ക് ഉയരമുള്ളതായിരിക്കും. അതാണ് അതിൻ്റെ വലുപ്പം. ഫീ കുല്ലി സാവിയത്തിൻ മിൻഹാ ലിൽ മുഅ്മിനി അഹ്ലുൻ ലാ യറാഹുമുൽ ആഖറൂൻ. അതിൻ്റെ ഓരോ വശങ്ങളിലും മുഅ്മിനായ ഒരാൾക്ക് അവൻ്റെ കുടുംബമുണ്ടായിരിക്കും, ഓരോ കുടുംബങ്ങളുണ്ട്. ലാ യറാഹുമുൽ ആഖറൂൻ, അവർ പരസ്പരം കാണുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകപ്പെടുന്ന കൊട്ടാരത്തെക്കുറിച്ച് ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ ആരെങ്കിലും ജിബ്രീൽ വന്നപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ, അള്ളാഹുവിൻ്റെ റസൂലെ ഖദീജ ഇപ്പോൾ വന്നെത്തുന്നതാണ്. ഖദ് അതത് മഅഹ ഇനാഉൻ ഫീഹി ഇദാമു വതആം. അവരോടൊപ്പം കയ്യിൽ ഭക്ഷണവും അതിനോടൊപ്പമുള്ള കറിയുമുണ്ട്. ഫഇദാ അതത്ക ഫഖ്റ അലൈഹ അസ്സലാമ മിൻ റബ്ബിഹ വമിന്നി. ഖദീജ വന്നെത്തിയാൽ അള്ളാഹുവിൽ നിന്നും എൻ്റെ പക്കൽ നിന്നുമുള്ള സലാം അവരെ അറിയിക്കുക. ഒരു സഹാബികളുടെ കൂട്ടത്തിൽ അള്ളാഹു സലാം പറഞ്ഞ വനിതയാണ് ഖദീജ അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ ജിബ്രീലിൻ്റെ സലാം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നത്തി മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്. അവർക്കൊരു സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്, അത് ഉള്ളു പൊള്ളയായ മുത്തുകൊണ്ടുള്ളതാണ്. അവിടെ അട്ടഹാസമോ എന്തെങ്കിലും ഒരു ക്ഷീണമോ അവരെ ബാധിക്കുകയില്ല എന്നവരോട് പറയുക. എന്തുകൊണ്ട് അവർക്കത് ബാധിക്കാത്തത്? അവർ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി ധാരാളം ക്ഷീണിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർക്ക് സ്വർഗത്തിൽ ക്ഷീണമില്ല, ഒരാൾക്കും ക്ഷീണമില്ല. പക്ഷെ അവരുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഏറ്റവും സമാധാനം നിറഞ്ഞ വീടായിരുന്നു. ലാ സഖബ ഫീഹ, അട്ടഹാസമോ ഒച്ചയോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് നൽകപ്പെടുന്ന വീടും അതിന് സമാനമായതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, റഅയ്തുനി ദഖൽതുൽ ജന്നത ഫഇദാ അന ബിറുമൈസ ഇംറഅത അബി തൽഹ. ഞാൻ സ്വർഗത്തിൽ കയറിയപ്പോൾ റുമൈസ എന്നെ കണ്ടു. റുമൈസ എന്ന് പറഞ്ഞാൽ അനസ് ഇബ്നു മാലിക്കിൻ്റെ ഉമ്മയാണ്, ഉമ്മു സുലൈം. അവരുടെ മറ്റൊരു പേരായിരുന്നു റുമൈസ എന്നത്. വസമിഅ്തു ഖശഫതൻ, ഞാൻ അവിടെ ഒരു ഒച്ച കേട്ടു. ഫഖുൽതു മൻ ഹാദ, ഞാൻ ചോദിച്ചു ഇതാരാണ്? ഫഖാല ഹാദ ബിലാൽ, അത് ബിലാലാണ് എന്ന് പറയപ്പെട്ടു. വറഅയ്തു ഖസ്റൻ ബിഫാനിഇഹി ജാരിയത്തുൻ, ഞാൻ ഒരു കൊട്ടാരം കണ്ടു, അതിൻ്റെ അടുത്തതാ ഒരു പെൺകുട്ടിയുണ്ട്. ഫഖുൽതു ലിമൻ ഹാദ, ഞാൻ ചോദിച്ചു ഇതാരുടേതാണ്? ഫഖാലത്ത് ലിഉമർ, അവർ പറഞ്ഞു ഇത് ഉമറിൻ്റെ കൊട്ടാരമാണ്. ഫഅറദ്തു അൻ അദ്ഖുലഹു ഫഅൻദുറ ഇലൈഹി, ഞാൻ അതിനുള്ളിൽ പ്രവേശിച്ച് അതിലെ കാഴ്ചകൾ കാണാൻ ഉദ്ദേശിച്ചു. ഫദക്കർതു ഗൈറതക, പക്ഷേ ഉമറിൻ്റെ ഗൈറത്ത്, അദ്ദേഹത്തിന് തൻ്റെ വീട്ടുകാരുടെ കാര്യത്തിലുണ്ടായിരുന്ന ഗൈറത്തും ശ്രദ്ധയും അവരുടെ മറ കാത്തു സൂക്ഷിക്കുന്നതിലുണ്ടായിരുന്ന ശ്രദ്ധയും ഞാൻ ഓർത്തു. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പ്രവേശിച്ചില്ല, ഉമറിൻ്റെ ഗൈറത്തെ ആലോചിച്ചുകൊണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ് അലൈക അഗാർ, അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങയോടാണോ എനിക്ക് ഇർഷ്യത ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ ഹദീസിൽ കാണാം. ശരി, സ്വർഗത്തിൽ ഭവനം ലഭിക്കാനുള്ള വഴികൾ ഹദീസിലുണ്ട്. അതിലൊരു വഴി മസ്ജിദ് പണിയാന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് ഒരു ഭവനം നിർമ്മിച്ചാൽ, അത് മസ്ജിദ് നിർമ്മിച്ചാൽ, അവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതാണ്. ഇപ്പോൾ പണമില്ലാത്ത ആൾക്കാരാണെങ്കിലും മനസ്സിൽ നീയത്ത് കരുതുക, അവൻ്റെ സമ്പാദ്യത്തിൻ്റെ ഭാഗത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു അവസരമുണ്ട്. ആത്മാർത്ഥമായ നീയത്തായിരിക്കും, പൈസ കിട്ടിക്കഴിഞ്ഞാൽ മറന്നുപോകുന്ന തരത്തിലല്ല. എങ്കിൽ ഇൻഷാ അല്ലാഹ് അവൻ്റെ നീയത്തിന് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. മുൻഗാമികൾ പറഞ്ഞതുപോലെ ഇൻ വിൽ ഖൈർ, എപ്പോഴും നന്മ ആഗ്രഹിക്കുക, ഒരു നന്മ കേൾക്കുമ്പോൾ ആഗ്രഹിക്കുക, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് എനിക്കത് ഉദ്ദേശമുണ്ട്. പകൽക്കിനാവുകയാണല്ല.
മറിച്ച് ആത്മാർത്ഥമായ ഉദ്ദേശമുണ്ടായിരിക്കുക. മസ്ജിദിന് വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട്, ആൾ മസ്ജിദിലേക്ക് ഒരിക്കലും വരുന്നില്ലെങ്കിൽ അവനും മസ്ജിദായിട്ട് എന്ത് ബന്ധമല്ല, ആ പറഞ്ഞതിൽ അർത്ഥമില്ല. പക്ഷേ ആത്മാർത്ഥം നീ ആഗ്രഹിക്കുക, അള്ളാഹുവിനോടൊരു മസ്ജിദ് ഉണ്ടാക്കുക, നീ അതിനനുസരിച്ച് ആത്മാർത്ഥമായി അമൽ ചെയ്യുക. നിനക്ക് സാധിച്ചില്ലെങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ട്, ഖൈർ ഉദ്ദേശിച്ചതിൻ്റെ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പറഞ്ഞത്, വീട് ലഭിക്കാൻ പണമൊന്നും വേണ്ട, ഇതിൽ സാമ്പത്തികമായ യാതൊരു ബാധ്യതയും വരാനില്ല, നല്ല മറ്റൊരു വഴിയുണ്ട്. അതെന്താണ്? അവിടുന്ന് പറഞ്ഞു, മാ മിൻ അബ്ദിൻ മുസ്ലിം യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ 12 റക്അഅതൻ തതവ്വുഅൻ. ഒരാൾ മുസ്ലിമായ ഒരാൾ എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, അതായത് റാത്തിബ നിസ്കാരം, ഫർദ് നിസ്കാരത്തിന് ശേഷവും മുൻപുള്ള റാത്തിബത്ത് നിസ്കരിച്ചാൽ അള്ളാഹു അവനു വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതാണ് എന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഏതൊക്കെയാണ് ഈ നിസ്കാരം? ദുഹറിന് മുൻപ് 4, ദുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാ നിസ്കാരത്തിന് ശേഷം 2, സുബ്ഹിന് മുൻപ് 2. ഈ നിസ്കാരം നിർവഹിച്ചാൽ അവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്നത്. ഇതിന് പണത്തിൻ്റെ ചിലവില്ല. അപ്പോൾ ഇത് നഷ്ടപ്പെടുത്താതിരിക്കാം, ഇത് എളുപ്പമാണ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ സ്വർഗം അവിടെയുള്ള പ്രത്യേകതകളിൽപ്പെട്ടതാണ്. സ്വർഗം എപ്പോഴും വെളിച്ചമുള്ളതാണ്, പ്രകാശമുള്ളതാണ്, ഇരുട്ട് അവിടെയില്ല. അള്ളാഹു പറഞ്ഞു, വലഹും റിസ്ഖുഹും ഫീഹ ബുക്റതൻ വഅശിയ്യ. അവർക്ക് രാവിലെയും വൈകുന്നേരവും അവിടെ അവരുടെ ഉപജീവനം നൽകപ്പെടുന്നതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും ഉണ്ടാകണമെങ്കിൽ വെളിച്ചവും ഇരുട്ടും വേണമെന്ന് ആളുകൾ ധരിച്ചേക്കാം. ഇല്ല, സ്വർഗത്തിൽ അവിടെ രാത്രിയോ പകലോ ഇവിടെ ദുനിയാവിലുള്ളതുപോലെ ആയിരിക്കുകയില്ല. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ അവർ രാത്രിയും പകലും തിരിച്ചറിയുക ബി ഇഗ്ലാഖിൽ അബ്വാബി വ ഇർഖാഇൽ ഹുജും, വാതിലുകൾ അടക്കുകയും അതുപോലെ തന്നെ വീടിൻ്റെ മറകളും മറ്റുമൊക്കെ വീഴുകയും ചെയ്യുന്നതോടുകൂടിയാണ് രാത്രിയായി എന്ന് തിരിച്ചറിയുക. അതല്ലെങ്കിൽ എപ്പോഴും അവിടെ വെളിച്ചമുണ്ടായിരിക്കും. വെളിച്ചമുള്ളതാകട്ടെ സൂര്യനെ കൊണ്ടായിരിക്കുകയില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ മുത്തകിഈന ഫീഹാ അലൽ അറായികി ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. അവിടെ അവർ സൂര്യനെ ദർശിക്കുകയില്ല, ഇപ്പോൾ സൂര്യൻ ഉണ്ടാവുകയില്ല. വലാ സംഹരീറ, സംഹരീറ എന്ന് പറഞ്ഞാൽ കടുത്ത തണുപ്പ് ഉണ്ടാവുകയില്ല. ഇത് രണ്ടും അവർക്കവിടെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ സ്വർഗം അവിടെ ഉണ്ടായിരിക്കുന്ന സുഗന്ധം ഹദീസുകൾ വന്നിട്ടുണ്ട്. സ്വർഗത്തിലെ സുഗന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, 2 വിഭാഗം ആളുകൾ അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലഘട്ടത്തിൽ ഇവരുണ്ടായിട്ടില്ല. ഒരു വിഭാഗം ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ വഖർ, പശുവിൻ്റെ വാല് പോലുള്ള ചാട്ടകൾ കയ്യിലുള്ള ആളുകളാണ്. യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ അവരതുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കും. വനിസാഉൻ കാസിയാത്തുൻ ആറിയാത്തുൻ മുമീലാത്തുൻ മാഇലാത്ത്, വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും വിവസ്ത്രരെ പോലെ നടക്കുന്ന, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന സ്ത്രീകളാണ്. ഇത് രണ്ടും ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നാട് വൃത്തികേടിൽ മുങ്ങിയാൽ ജനങ്ങൾക്ക് അവിടെ അതിക്രമം നേരിടേണ്ടി വരും, അതിക്രമങ്ങൾ അധികരിക്കും. ആദ്യം പറഞ്ഞത് ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, ഭരണാധികാരികൾക്ക് വേണ്ടി അടിക്കാനും ആളുകൾ ഉപദ്രവിക്കാനും ഇറങ്ങുന്ന അനീതി നിറഞ്ഞ ഭരണാധികാരികളാണ്. അനീതി നിറഞ്ഞ ഭരണം വൃത്തികേടുകൾ നിറഞ്ഞ ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിരിക്കും. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്, അത് രണ്ടും ഒരുമിച്ച് ഉണ്ടാവുക ചെയ്യും എന്ന സൂചന ഈ ഹദീസിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ പൊതുവെ ചരിത്രം എടുത്ത് നോക്കിയാലൊക്കെ ഇത് മനസ്സിലാകും, വർത്തമാനകാലം എടുത്ത് നോക്കിയാലും എനിക്കത് മനസ്സിലാകും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹഹ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അതിൻ്റെ സുഗന്ധം അവർക്ക് ലഭിക്കുക പോലുമില്ല. വ ഇന്ന റീഹഹ ലയൂജദു മിൻ മസീറതി കദ വകദ, സ്വർഗത്തിൻ്റെ സുഗന്ധം ഇത്ര ദൂരത്തേക്ക് അടിച്ചു വീശുന്നതാണ് എന്ന ഹദീസിൽ കാണാം. സഹാബികൾ അവർക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധം, അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ അവരെ സ്വർഗത്തിനോട് ആഗ്രഹമുണ്ടാക്കിയിരുന്നു. അനസ് ഇബ്നു മാലിക് അദ്ദേഹം പറയാൻ, എൻ്റെ പിതൃ സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദ്റിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നിങ്ങൾക്കറിയാം, ബദ്ർ യുദ്ധം സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായാണ്.
സഹാബികൾ പലരും യുദ്ധമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് അതിൽ വലിയ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, അവ്വലു മഷ്ഹദിൻ ഷഹിദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗിബ്തു അൻഹു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തൊരു യുദ്ധം എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഫഇൻ അറാനില്ലാഹു മഷ്ഹദൻ ഫീമാ ബഅദു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയറയന്ന അല്ലാഹു മാ അസ്ന. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യുദ്ധത്തിന് അവസരം നൽകിയാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് അള്ളാഹു കാണുന്നതാണ്. എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞില്ല. അനസ് ബിൻ മാലിക് പറയണം, അദ്ദേഹം പേടിച്ചുപോയി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് ചെയ്യാൻ പറ്റാതെ വന്നാൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അങ്ങനെ ഒരു അവസരം വന്നാൽ എനിക്കൊരു അവസരം തന്നെ ഞാൻ എന്തു ചെയ്യുമെന്ന് റബ്ബ് അവന് കാണുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കെടുത്തു. സഅദ് ഇബ്നു മുആദ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി നിൽക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാഹൻ ലിരീഹൽ ജന്ന, സ്വർഗത്തിൻ്റെ സുഗന്ധത്തിന് സ്വാഗതം. അജിദുഹു ദൂന ഉഹദ്, ഉഹദിൻ്റെ അപ്പുറത്ത് ഞാനതിൻ്റെ സുഗന്ധം കാണുന്നുണ്ട്. സഹാബികൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവർക്ക് മരണം എടുത്തപ്പോൾ അള്ളാഹു അത് അനുഭവിപ്പിച്ചതായിരിക്കാം. അതുകൊണ്ട് ചിലർ പറഞ്ഞേക്കണം, സ്വർഗത്തിൻ്റെ സുഗന്ധം മുഅ്മിനീങ്ങളിൽ ചിലർക്ക് ചിലപ്പോൾ അള്ളാഹു ദുനിയാവിൽ അതിൻ്റെ ഒരു ചെറിയ പങ്ക് നൽകുന്നതാണ് എന്ന് ചിലർ പറഞ്ഞതായി കാണാം. നല്ല സുഗന്ധം ഇഷ്ടപ്പെടുക എന്നത് നല്ല റൂഹിൻ്റെ അടയാളമാണ്. റൂഹിന് ജീവനുണ്ടെന്നുള്ളതിൻ്റെ അടയാളം. നല്ല സുഗന്ധം, മോശമായ ദുർഗന്ധങ്ങളോട് ഒരാൾക്ക് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ വൃത്തികേടിൻ്റെ അടയാളമാണ്. സുഗന്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടമായിരുന്നു. അതുപോലെ സ്വർഗത്തിൽ മൃഗങ്ങളുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, പക്ഷികളുണ്ടെന്ന് ഹദീസിൽ. കഴിഞ്ഞ ദർസിൽ നമ്മളത് ചിലത് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധത്തിനു വേണ്ടി ഒരു വലിയ ഒട്ടകത്തെ കൊണ്ടുവന്ന ഒരു സഹാബിയോട് പറഞ്ഞു, ലക ബിഹാ യൗമൽ ഖിയാമത്തി 700 നാഖത്തിൻ കുല്ലുഹ മഖ്തൂമ, എനിക്കിതിനു പകരം 700 ഒട്ടകങ്ങൾ സ്വർഗത്തിൽ ലഭിക്കുന്നതാണ് എന്ന് ഹദീസിൽ വന്നതായി കാണും. സ്വർഗക്കാർ, ഇത് ഇത്രയും പറഞ്ഞ സ്വർഗത്തിൻ്റെ ചില വിശേഷണങ്ങൾ ഞാൻ ധാരാളം ഹദീസിൽ പറയാതെ വിട്ടിട്ടുണ്ട്. അങ്ങനെ സമയമില്ലാത്തൊരു ഇതിനെ പറഞ്ഞാൽ അവസാനിക്കും തോന്നുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ വിശേഷണങ്ങൾ ഇതുപോലെ ഹദീസിലുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഖലഖല്ലാഹു അസ്സ വജല്ല ആദമ അലാ സൂറത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ അവൻ്റെ സൂറത്തിലാണ്, അവൻ്റെ രൂപത്തിലാണ് സൃഷ്ടിച്ചത്. എന്താണ് ഈ രൂപം എന്നതുകൊണ്ട് ഉദ്ദേശം? പല വിശദീകരണങ്ങളുണ്ട്. ഇവിടെ രൂപം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അള്ളാഹുവിനെ പോലെ പടച്ചു എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സൃഷ്ടിച്ചു. തൂലുഹു 60 ദിറാഅൻ, ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നീളം 60 മുഴമാണ്. ഫകുല്ലു മൻ യദ്ഖുലുൽ ജന്നത അലാ സൂറത്തി ആദം, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം ആദമിൻ്റെ രൂപത്തിലാണ് പ്രവേശിക്കുക. വതൂലുഹു 60 ദിറാഅൻ, 60 മുഴം നീളമുള്ള രൂപത്തിലാണ് സ്വർഗത്തിൽ മനുഷ്യർ പ്രവേശിക്കുക. ഫലം യസലിൽ ഖൽഖു യൻഖുസു ബഅദഹു ഹത്തൽ ആൻ, ആദമിൻ്റെ സൃഷ്ടിപ്പിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് മനുഷ്യർ അവരുടെ കാലങ്ങൾ പിന്നിടുമ്പോഴെല്ലാം അവരുടെ സൃഷ്ടിപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീളത്തിൽ ഒരു കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് ഹദീസിൽ പറഞ്ഞേക്കണം. മറ്റൊരു ഹദീസിൽ, ഈ ഹദീസ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഹദീസ് വ്യക്തമാക്കാൻ സഹായിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ അലാ സൂറത്തിൽ ഖമറി ലൈലത്തുൽ ബദർ, അവർ പ്രവേശിക്കുന്നത് ഖമറിൻ്റെ സൂറത്തിലായിരിക്കും. നേരത്തെ പറഞ്ഞ സൂറത്ത്, ഈ ഹദീസിലെ സൂറത്ത് നോക്കൂ, ചന്ദ്രൻ്റെ സൂറത്തിലായിരിക്കും. ചന്ദ്രൻ്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വട്ടത്തിലായിരിക്കും എന്നാണ്, അല്ല, മറിച്ച് ചന്ദ്രൻ്റെ ഭംഗിയും അതുപോലെ തിളക്കവും ഒക്കെ അവർക്കുണ്ടായിരിക്കുമെന്ന് മാത്രമേ ഹദീസിന് അർത്ഥമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതഗവ്വതൂന വലാ യബുലൂൻ, സ്വർഗ്ഗക്കാർ അവർക്ക് വിസർജ്യങ്ങൾ ഉണ്ടാവുകയില്ല, മലവിസർജനം ഉണ്ടാവുകയില്ല, മൂത്രമൊഴിക്കേണ്ടി വരികയില്ല. വലാ യംതഖിഖൂന വലാ യംതഖിതൂന വലാ യബ്സുഖൂൻ, വായിൽ നിന്ന് തുപ്പേണ്ടി വരില്ല, മൂക്കിൽ നിന്ന് ഇത് വരികയില്ല, ജലദോഷമുണ്ടാവുകയില്ല. അംഷാത്തുഹുമുൽ ദഹബ്, അവരുടെ ചീർപ്പുകൾ സ്വർണം കൊണ്ടുള്ളതായിരിക്കും. വമജാമിറുഹുമുൽ അലൂവ, അവരുടെ ബുഖൂർ, പുകയ്ക്കുന്ന ബുഖൂർ, അലൂവത്ത് എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞേക്കണം ഊദ് ഹിന്ദിയാണ്, പഴയ കാലത്ത് വലിയ വിലയുണ്ടായിരുന്ന ശുദ്ധമായ ഊദാണ്. അഖ്ലാഖുഹും അലാ ഖുലുഖി റജുലിൻ വാഹിദ്, അവരുടെ എല്ലാവരുടെയും സ്വഭാവം ഒരേ സ്വഭാവമായിരിക്കും, നല്ല സ്വഭാവമുള്ളവരായിരിക്കും.
അലാ തൂലി അബീഹിം ആദം, അല്ലെങ്കിൽ അലാ തൂലി അബീഹിം ആദം, അവരുടെ പിതാവായ ആദമിൻ്റെ നീളത്തിലായിരിക്കും എന്ന് ഹദീസിൽ കാണും. അവരുടെ ഭക്ഷണം ഹദീസിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു അവർക്കവിടെ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളുണ്ടായിരിക്കും. അവരോട് പറയപ്പെടും കുലു വഷ്റബു ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി സന്തോഷത്തോടെ ഒരു പ്രയാസമില്ലാതെ ഭക്ഷിച്ചുകൊള്ളൂ എന്ന് അവരോട് പറയപ്പെടും. ഭക്ഷിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ഭക്ഷണം പുറത്തേക്ക് പോവുക? ഹദീസിൽ അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജുഷാഉൻ വറഷ്ഹുൻ കറഷ്ഹിൽ മിസ്കി, ഭക്ഷണം കഴിച്ചാൽ അവരുടെ വായിൽ നിന്ന് ഏമ്പക്കമോ അതല്ലെങ്കിൽ പിന്നെ വിയർപ്പോ ആയി അത് പുറത്തേക്ക് പോകും. അത് കസ്തൂരിയുടെ സുഗന്ധമുള്ളതായിരിക്കും. യുൽഹമൂന തസ്ബീഹ വത്തഹ്മീദ കമാ തുൽഹമൂന നഫസ്, നിങ്ങൾക്ക് ശ്വാസം വലിക്കുന്ന, എങ്ങനെ ശ്വാസം വലിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടാണോ? അല്ല, ഉറങ്ങുമ്പോഴൊക്കെ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്കവിടെ തസ്ബീഹും തഹ്മീദും അള്ളാഹു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ളത് അവിടെ ശ്വാസം വലിക്കുന്നത് പോലെ ആയിരിക്കും. അദ്ദേഹം പറഞ്ഞേക്കണം, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുള്ള സ്നേഹം അധികരിക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിനെ കാണുകയും അതുപോലെ തന്നെ അവൻ്റെ അനുഗ്രഹങ്ങൾ കാണുകയും ചെയ്താൽ അള്ളാഹുവിനെ കുറിച്ച് പറയാന്നുള്ളത്, അവനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് അവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അതൊരിക്കലും ഇവിടെ അമൽ ചെയ്യുന്നത് പോലെ ബാധ്യതയാക്കപ്പെട്ടതല്ല, മറിച്ച് അവർ ആഗ്രഹത്തോടെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെ സ്വർഗത്തിലെ മദ്യത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിലെ മദ്യം ദുനിയാവിലെ മദ്യത്തിൻ്റെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും പരിശുദ്ധമാണ്. അള്ളാഹു പറഞ്ഞു അൻഹാറു മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, സ്വർഗത്തിലെ മദ്യം ആസ്വാദനമാണ് കുടിക്കാൻ. അവർ പറഞ്ഞു ദുനിയാവിൽ മദ്യം കുടിക്കുമ്പോൾ എത്രയായാലും അതിൻ്റെ മോശം മണമുണ്ടായിരിക്കും, അതിൻ്റെ വൃത്തി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞേക്കാണ് ആൾക്കാർ പല അവരുടെ കൈ കൊണ്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ടും ഒക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയതായിരിക്കും. ഈ പറഞ്ഞ വൃത്തികേടൊന്നും അവിടെ ഉണ്ടാവുകയില്ല. ബൈദാ ലദ്ദത്തുൽ ലിശാരിബീൻ, വെളുത്ത നിറത്തിലുള്ളതായിരിക്കും, കുടിക്കുന്നവർക്ക് സുഖമുള്ളതായിരിക്കും. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ, അതിൽ ഒരിക്കലും ലാ ഫീഹാ ഗൗലുൻ, കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് എന്തെങ്കിലും കുറവ് സംഭവിക്കുകയില്ല, ആസ്വാദനം മാത്രമേ ഉണ്ടാവും, ബുദ്ധി നഷ്ടപ്പെടുകയില്ല. വലാ ഹും അൻഹാ യുൻസഫൂൻ, അതിൽ അവർക്ക് യാതൊരു നിലക്കുള്ള ബുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതുപോലെ രുചികരമായ കാര്യമായിരിക്കും. അതിൽ ചിലർ പറഞ്ഞേക്കാം ലാ യുസദ്ദഊന ഫീഹ, തലവേദന ഉണ്ടാവില്ല, ഇത് കുടിച്ചു കഴിഞ്ഞാൽ, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പൊതുവെ തലവേദന ഉണ്ട്, ഇതുണ്ടാവുകയില്ല എന്നെല്ലാം ഹദീസ് ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ആദ്യമായി ലഭിക്കുന്ന ഭക്ഷണം മീനിൻ്റെ കരളിൻ്റെ അറ്റമാണ്. അതിൻ്റെ കരളിൻ്റെ അറ്റം എന്താ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ഉള്ളതാണ്, ഏറ്റവും നൈർമല്യമുള്ളതാണ്. അതാണ് അവരുടെ ആദ്യത്തെ ഭക്ഷണം. പിന്നീട് അവർക്ക് അവിടെ ഒരു സൗർ അതിനെ അറുത്തുകൊണ്ട് നൽകുന്നതാണ് എന്ന് ഹദീസിൽ കാണാം. ധാരാളം ഹദീസുകൾ ഞാൻ പലതും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പറയാതെ പോവുകയാണ്. സ്വർഗത്തിൽ അങ്ങാടിയുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവിടെ എല്ലാവരും അങ്ങാടിയിലേക്ക് വന്നെത്തുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയിൽ അങ്ങാടിയിലേക്ക് വന്നാൽ ഇപ്പോൾ പണം കൊടുക്കണോ? വേണ്ട. ഹദീസിൽ കാണാം, ചിലർ പറഞ്ഞു അവർക്ക് അവിടെ പലതും നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും, ഇഷ്ടമുള്ളത് എടുക്കാം, താല്പര്യമുള്ളത് കൊണ്ടുപോകാം. ഇതാണ് സ്വർഗത്തിൽ അങ്ങാടി, അവർക്ക് ഒരുമിക്കാനുള്ള ദിവസമാണത്. മാത്രമല്ല ഈ ദിവസമാണ് യൗമുസിയാദ അല്ലെങ്കിൽ യൗമുസൗത്ത്, അവർക്ക് അധികരിപ്പിച്ച് നൽകുന്ന, ഓരോ ആഴ്ചയും അവർക്ക് നിഅമത്തിൽ അധികരിക്കും, ഭംഗി അധികരിക്കും. എല്ലാ ആഴ്ചയും അവസാനമില്ലാതെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എല്ലാ ആഴ്ചയിലും അവരുടെ നന്മകൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അധികരിക്കുന്ന ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അതുപോലെ ചിലർ പറഞ്ഞു അന്നാണ് അള്ളാഹുവിനെ കാണുന്ന ദിവസം. ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസത്തിലാണ് അവർ അള്ളാഹുവിനെ ദർശിക്കുന്ന ദിവസം, അതാണ്. അതുപോലെ സ്വർഗത്തിൽ കൂടിയിരുന്നുള്ള വർത്തമാനങ്ങളുണ്ട്. ധാരാളം ഹദീസുകൾ ആയത്തുകൾ അത് വന്നിട്ടുണ്ട്. അലാ സുറൂറിൻ മൗദൂന മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ, അവർ സോഫകളിൽ ചാരിയിരുന്ന് പരസ്പരം ദർശിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചു കൊണ്ടിരിക്കും. സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞാൽ കാണാം, അവരുടെ സംസാരം, അവരുടെ ആസ്വാദനങ്ങൾ വളരെ വലുതായിരിക്കും. ദുനിയാവിൽ അദ്ദേഹം പറയാം, ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകത്തെത്തിയാൽ, സ്വർഗത്തിലെത്തിയാൽ ദുനിയാവിൽ നിന്ന് അറിയാതെ പോയ പല കാര്യങ്ങളുണ്ട്. അത് ചോദിച്ചറിയാനുള്ള വഴികളുണ്ട്. നബിമാരെ കാണാം, ഔലിയാക്കന്മാരെ കാണാം. അത് വലിയ എത്ര പോയാലും അവസാനിക്കാത്ത
ആരോടാണ് ഈ സംസാരിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോടാണ്. അപ്പോൾ അവർക്ക് അവിടെ കിതാബുകളിലൂടെ മാത്രം നമ്മൾ കണ്ട എത്ര ആളുകളുണ്ട്, ഖുർആനിൽ മാത്രം നമ്മൾ കേട്ട എത്ര നബിമാരുണ്ട്, ദുൽഖർനൈൻ, ഖദിർ, ഇങ്ങനെ അത്ഭുതങ്ങളായ വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ റസൂലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അവിടെയുള്ള ഏറ്റവും വലിയ ആസ്വാദനങ്ങളിൽ ഒന്നാണ് സ്വർഗ്ഗക്കാർ തമ്മിലുള്ള സംസാരവും പങ്കുചേരലും. അതുപോലെ തന്നെ സ്വർഗത്തിൽ ആഗ്രഹങ്ങളുണ്ട്, പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ. അതിലൊരാഗ്രഹം കുഞ്ഞുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ചില അസറുകളിൽ വന്നതുപോലെ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൽ കുഞ്ഞുണ്ടാവുകയില്ല. അപ്പോൾ ഒരാൾക്ക് കുഞ്ഞിനെ ആഗ്രഹിച്ചാൽ എന്തു ചെയ്യാം? നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ കാണാം, ഇദശ്തഹൽ മുഅ്മിനുൽ വലദ ഫിൽ ജന്നതി, ഒരു മുഅ്മിൻ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചാൽ കാന ഹംലുഹു വവദ്ഉഹു വസിന്നുഹു ഫി സഅത്തി വാഹിദ, ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഗർഭം വരികയും ഗർഭം ഉണ്ടാവുകയും അത് പ്രസവിക്കുകയും കുട്ടിക്ക് ഒരു വയസ്സെത്തുകയും ചെയ്യും. കുട്ടികളെ കളിപ്പിക്കുന്നത് വലിയ ദുനിയാവിൽ തന്നെ വലിയ ആസ്വാദനങ്ങളിൽപ്പെട്ടതാണ് കുട്ടികളെന്നുള്ളത്. അത് ആഗ്രഹിച്ചാൽ കാത്തുകണ്ട, പ്രസവത്തിൻ്റെ വേദനയില്ല, ഒന്നുമില്ല, കുട്ടികൾ ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വർഗത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു അറാബി ഇത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തിലെത്തിയാൽ ചിലർ കൃഷിക്ക് വേണ്ടി ആവശ്യപ്പെടും. അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് ഇവിടെ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാണ് കൃഷിക്ക് വേണ്ടി ആഗ്രഹിക്കും. വിത്തിട്ട് കഴിഞ്ഞാൽ തന്നെ അത് മുളക്കുകയും വലിയ ഉയരമുള്ള ധാന്യങ്ങൾ അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും. അപ്പോൾ അറാബി അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ തജിദുഹു ഇല്ലാ ഖുറശിയൻ വ അൻസാരിയൻ, ആ ചോദിക്കുന്നവൻ എന്തായാലും ഒരു ഖുറൈശിയോ അൻസാരിയോ ആണ്. ഫഇന്നഹും അസ്ഹാബു സറഇൻ വഅമ്മാ നഹ്നു ഫലസ്നാ ബിഅസ്ഹാബി സറഇൻ, അവർ മാത്രമാണ് കൃഷിയുടെ ആളുകൾ, ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് അത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതായി ഹദീസിൽ കാണാം. അതുപോലെ സ്വർഗത്തിൽ ഇണകളുണ്ടായിരിക്കും, അത് അവിടുത്തെ ആസ്വാദനങ്ങളിൽപ്പെട്ടതാണ്. സുവാജു മുത്തഹറ, എല്ലാ നിലക്കും അവർക്ക് ശുദ്ധി ഉണ്ടായിരിക്കുന്നതാണ്. നിഫാസ് ഉണ്ടാവില്ല, ഹൈദ് ഉണ്ടാവില്ല, വൃത്തികേടെന്ന് പറയാൻ, മോശമെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ഏറ്റവും ശുദ്ധരായ ഇണകളുണ്ടായിരിക്കും. ഹൂറുൽ ഐനെ കുറിച്ച് വന്ന വിഷയം പറയാൻ നിന്നാൽ സമയമില്ല, അതിന് മാത്രം ഹദീസിലെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വളരെ നീണ്ടു പോകുമെന്നതുകൊണ്ട് ഞാൻ പലതും പറയാതെ ഒഴിവാക്കാൻ. അവിടെയുള്ള ഏറ്റവും നല്ല ഇണ ആരായിരിക്കും? ചില പലർക്കും തെറ്റിദ്ധാരണല്ല, ഹൂറുൽ ഐൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളാരെങ്കിലും നോക്കുമെന്ന് ചില സ്ത്രീകൾ വിചാരിച്ചു. ഹൂറുൽ ഐനേക്കാൾ ഉന്നതമായ അവസ്ഥ ഉണ്ടായിരിക്കുക മുഅ്മിനീങ്ങളായ സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവർക്കാണ്. ഹൂറുൽ ഐനിനേക്കാൾ അവർക്കാണ് ഭംഗി ഉണ്ടായിരിക്കുക, അവരാണ് കൂടുതൽ സൗന്ദര്യവും നന്മകളും ഉണ്ടായിരിക്കുക. എന്നാൽ അതേസമയം ഹൂറുൽ ഐനെ കുറിച്ച് വിവരിക്കപ്പെട്ട ഹദീസുകൾ അത്രയും ഭംഗിയുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ല. അതിനെല്ലാം പുറമെ സഹോദരങ്ങൾ, കുടുംബങ്ങളുള്ളവർ ചിന്തിക്കുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം ഷൈ. ഒരു ആൾ നന്മ ചെയ്യുകയും അവൻ്റെ മക്കൾ അതുപോലെ വളരുകയും ചെയ്താൽ ഇതിലാർക്കാണോ ഏറ്റവും ഉന്നത പദവിയുള്ളത് അവരുടെ അടുക്കലേക്ക് മറ്റുള്ളവർ കൂടി ചേർത്തപ്പെടുന്നതാണ്. എൻ്റെ വാപ്പാക്ക് ഉന്നത പദവി ഉണ്ടെങ്കിൽ നിന്നെ കൂടി അവിടേക്ക് എത്തിക്കുന്നതാണ്. നിനക്ക് ഉന്നത പദവി ഉണ്ടെങ്കിൽ നിൻ്റെ പിതാവിനെ കൂടെ അങ്ങോട്ട് എത്തിക്കുന്നതാണ്, അവിടെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ. അതുപോലെ തന്നെ അവിടെ ഇണകൾ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ ഹൂറുൽ ഐൻ ഉണ്ടായിരിക്കും. ഹൂറുൽ ഐൻ്റെ ഹദീസുകൾ, ഖുർആനിലെ ആയത്തുകൾ ധാരാളമുണ്ട്. ഹൂറുൽ ഐൻ എന്ന പദം ശരിക്കും വരുന്നത് കണ്ണ്, ശുദ്ധമായ വെളുപ്പുള്ള കണ്ണിൽ നിന്നാണ്. അല്ലാതെ ഹൂറുൽ ഐൻ എന്ന പദം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, അവരുടെ ഇണകൾ അവർക്ക് വേണ്ടി അവിടെ പാട്ടുപാടുമെന്നാണ് ഹദീസിൽ അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്വാജ അഹ്ലിൽ ജന്നതി ലയുഗന്നിയന്ന അസ്വാജഹുന്ന ബിഅഹ്സനി അസ്വാതി സമിഅഹ അഹദുൻ ഖത്ത്. ഇന്ന് വരെ ഒരാളും കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ അവരുടെ ഇണകൾ അവർക്ക് വേണ്ടി പാട്ടുപാടുന്നതാണ്. പല ആൾക്കാർക്ക് സംശയമുണ്ട്, പാട്ടുണ്ടാവും, പാട്ടുണ്ട്, ഇങ്ങനെയായിരിക്കും അതുണ്ടാവുക. അവർ പാടുന്ന പാട്ടുകൾ എന്തായിരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വർഗ്ഗക്കാർ അവിടെ പരസ്പരം ഇരുന്ന് സംസാരിച്ച് ചിരിക്കുന്നതാണ്, വർത്തമാനം പറയുന്നതാണ്, ദുനിയാവിലെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതാണ്, അതിനെക്കുറിച്ച് പറഞ്ഞ് സംസാരിക്കുന്നതാണ്. ഇതൊക്കെ അവർക്കവിടെ ഉണ്ടാകും. ഈ പറഞ്ഞതെല്ലാം സ്വർഗത്തിൻ്റെ ചില അനുഗ്രഹങ്ങൾ മാത്രമാണ്. പക്ഷേ ഇതിനെല്ലാം കവച്ചു വെക്കുന്നൊരു കാര്യം സ്വർഗത്തിലുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വതആല യഖൂലു അഹ്ലിൽ ജന്നഹ്, അല്ലാഹു സ്വർഗ്ഗക്കാരോട് അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പറയുന്നതാണ്, യാ അഹ്ലൽ ജന്നഹ്, അല്ലയോ സ്വർഗ്ഗക്കാരെ. അവർ പറയും, ലബ്ബൈക യാ റബ്ബന വസഅദൈക, അല്ലാഹു നിൻ്റെ വിളിക്ക് ഞങ്ങളിത് ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹു പറയും, ഹൽ റദീതും, നിങ്ങൾ തൃപ്തരാണോ? തൃപ്തിയുള്ളവരാണ്, ഞാൻ തന്നതിൽ നിങ്ങൾ തൃപ്തരാണോ? അവർ പറയും, വമാ ലനാ ലാ നർദ, അല്ലാഹുവേ ഞങ്ങളെങ്ങനെ തൃപ്തിപ്പെടാതിരിക്കാനാണ്. വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക, എൻ്റെ സൃഷ്ടികൾ ഒരാൾക്കും നൽകാത്തത് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു, എങ്ങനെ ഞങ്ങൾ തൃപ്തിപ്പെടാതിരിക്കും? ഫയഖൂൽ, അപ്പോൾ അല്ലാഹു പറയും, അന ഉഅതീകും അഫ്ളല മിൻ ദാലിക, എങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല ഒന്ന് ഞാൻ നൽകാം. അവർ പറയും, യാ റബ്ബി അയ്യു ഷൈഇൻ അഫ്ളലു മിൻ ദാലിക, അല്ലാഹു ഇതിനേക്കാൾ നല്ലതിനി വേറെ എന്താണുള്ളത്? അല്ലാഹു പറയും, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും അബദ, എൻ്റെ തൃപ്തി നിങ്ങളുടെ മേൽ ഞാൻ നിങ്ങളെക്കുറിച്ച് തൃപ്തി അടഞ്ഞിരിക്കുന്നു. ഫലാ അസ്ഖതു അലൈക്കും അബദൻ, ഞാൻ നിങ്ങളോട് ഒരിക്കലും ഇനി കോപിക്കുകയില്ല. ഇതാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ കാര്യം. വറിദ്വാനും മിനല്ലാഹി അക്ബർ, സ്വർഗത്തിലെ ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അള്ളാഹ് തന്നെ തൃപ്തി അടയാണ്. അതോടൊപ്പം സ്വർഗത്തിലുള്ള കാര്യങ്ങളിലൊന്ന് അള്ളാഹുവിനെ കാണുക എന്നതാണ്. ഹദീസിൽ കാണാം, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്നത യഖൂലു അല്ലാഹു തആല, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കും, തുരീദൂന ഷൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വർദ്ധിപ്പിച്ചു നൽകേണ്ടതുണ്ടോ? അപ്പോൾ അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന അലം തുദ്ഖിൽനൽ ജന്ന, അള്ളാഹുവേ നീ ഞങ്ങളുടെ മുഖം പ്രകാശമുള്ളതാക്കി ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു. വതുനജ്ജിന മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫയുക്ഷഫുൽ ഹിജാബ്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനും സൃഷ്ടികൾക്കും ഇടയിലുള്ള മറ നീക്കുന്നതാണ്. ഫമാ ഉഅതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദറി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അള്ളാഹുവിനെ നോക്കുക എന്നതിനേക്കാൾ ആസ്വാദ്യകരമായ മറ്റൊന്നും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരിക്കുകയില്ല. ആകാശഭൂമിയുള്ള റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. സുബ്ഹാനല്ലാഹ്, ഇത്രയും കാലം ഇബാദത്ത് ചെയ്ത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. സുജൂദ് ചെയ്തത്, നിസ്കരിച്ചത്, ഇബാദത്ത് ചെയ്തത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിനെയാണ്. ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഇതൊക്കെ ഉണ്ടായ റബ്ബിനെ കാണാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയം എത്ര ശുദ്ധമാണോ അത്രയും അവൻ്റെ കാഴ്ച വ്യക്തമായിരിക്കുന്നതാണ്. തിന്മകൾ കൊണ്ട് ഹൃദയങ്ങൾ മൂടാതിരിക്കുക. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരുടെ ഹൃദയങ്ങൾക്ക് അവർ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ കാരണം മറയിടപ്പെട്ടിരിക്കുന്നു. ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അവർ അള്ളാഹുവിൽ നിന്ന് മറയിടപ്പെടുന്നതാണ്. തിന്മകൾ അതിലേറ്റവും പരിപൂർണമായി മറയിടുന്നത് കുഫ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാണുക എന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ നിഅമത്ത്. സ്വർഗത്തെക്കുറിച്ചുള്ള ചില ഹദീസിൽ മാത്രമാണിത്. നിങ്ങൾ പറ്റുമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് ഒരുക്കുന്ന കിതാബുകളുണ്ട്, വായിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. അമലുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇൽമാണിത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ, നന്നാവാനും ഖൈർ, ഇതുണ്ട്. അള്ളാഹു പറഞ്ഞ ഈ കാര്യം ഹക്കാണ്. ഹദീസ് വന്ന പോലെ വൽ ജന്നത്തു ഹഖുൻ, നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ വന്ന പോലെ വൽ ജന്നത്തു ഹഖുൻ, സ്വർഗ്ഗം ഹക്കാണ്, സംഭവിക്കുന്നത് പറഞ്ഞതുണ്ട്. അവിടുന്ന് എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ഉണ്ട്. നിനക്കത് കാണണോ എങ്കിൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക, ദീൻ ജീവിതത്തിൽ പാലിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സല്ലല്ലാഹു വസല്ലം وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.